നന്ദി. നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ സമീപത്തും ഒരിക്കൽ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ കൃപയാലും കടന്നു വരുവാനും ഒരിക്കൽ കൂടെ നമ്മുടെ രക്ഷാനായകനായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ജാതീയ മാർഗത്തിൽ നിന്നും കടന്നു വന്ന ഗോപിനാഥനാചാര്യയ്ക്ക് ദൈവം ഒരു ഭാഗ്യം കൂടെ നൽകി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ, എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട വർഗീച്ചാൻ, അതുപോലെ തന്നെ സജി ചെറിയാൻ, ചർച്ചോക്കോട്ട് പാസ്റ്റർ ബെസ്റ്റ് കല്ലട. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ് ചെറിയ മിസ്റ്റേക്ക് പറ്റിയത്. അവർക്കെല്ലാം ഇന്ന് രാത്രി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുടെ ഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം ഇന്നത്തെ ഈ രാത്രി യോഗത്തിൻ്റെ നടുവിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം വന്നവർക്കറിയാം, വരാത്തവർക്ക് അതേക്കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് കർത്താവ് നമ്മുടെ നടുവിലുള്ളതുകൊണ്ട് അവൻ ആത്മാവിൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നെങ്കിൽ തന്നെ ഒറിജിനൽ ബോഡിയായിട്ട് അവൻ പിതാവിൻ്റെ വലതുഭാഗത്തെ ലൈവായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇനിയും നമ്മൾ ആ മഹത്വമുള്ള ശരീരത്തെ കണ്ണുകൊണ്ട് കാണേണ്ട താമസം മാത്രമേ അവശേഷിക്കത്തുള്ളൂ. കാലങ്ങളൊക്കെ അതിൻ്റെ ഉത്സവപ്പറമ്പിലെ ആറാട്ടം എന്ന് പറഞ്ഞതുപോലെ അവസാന നാളുകളിലേക്ക്, അതിൻ്റെ അവസാന ദിവസത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാളുകൾ ലോകം അതിൻ്റെ അവസാനത്തിലേക്കും കാലം അതിൻ്റെ അന്ത്യത്തിലേക്കും അതിശീഘ്രം വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തലമുറയ്ക്ക് എന്ത് ഭവിക്കുമോ നമുക്കറിയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ മിക്കവാറും സൗണ്ട് മുകളിൽ അല്ലെങ്കിൽ കാഹള ശബ്ദം മുകളിൽ കേൾക്കുമെന്നുള്ളതായിട്ടുള്ളതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രേരണ പോലെ വരുന്നത്. സ്തോത്രം. യേശുക്രിസ്തു എന്ന് മടങ്ങി വരുമെന്നുള്ള കാര്യം കർത്താവായ യേശുവിന് പോലും അറിയത്തില്ല. സ്തോത്രം. അത് പിതാവായ ദൈവമാ തിരുമ പുത്രൻ കൂടെ അറിയുന്നില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വന്നു, നാളെ കഴിഞ്ഞ് വരും, ഫെബ്രുവരി വരും, മാർച്ച് 27 വരും. 1852 ഒക്ടോബർ മാസം 2 യേശുക്രിസ്തു വരുമെന്നും പറഞ്ഞ കരുനാഗപ്പള്ളിക്കാരൻ വിദ്വാൻകുട്ടി എന്ന് പറയുന്നൊരു വിദ്വാൻ 5 ഗ്രൂപ്പ് ഒരു തട്ടിൻപുറത്ത് ആൾക്കാരെ സംഘടിപ്പിച്ച് പച്ചപ്പാതിര മുഴുവൻ കുത്തിയിരുന്ന് അവസാനം നിരാശപ്പെട്ട് 4 വഴിക്കും ചിതറിപ്പോയി. അതുകൊണ്ട് അനാവശ്യമായ വിഷയങ്ങളും വിവാദങ്ങളും എടുത്ത് നമ്മുടെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് ഈ കാലഘട്ടങ്ങളിൽ എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും പ്രസംഗിക്കാൻ ജാഗരൂകരായിരിക്കണം. യേശുക്രിസ്തു എപ്പോഴായാലും വരട്ടെ, നമുക്കത് വിഷയമല്ല. കർത്താവിന്റെ വരമകൾ നമ്മൾ പോകാൻ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തെ വിഷയം. ആ പ്രധാനപ്പെട്ട ഭാഗം മാറ്റിവെച്ച് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് തന്നെ കിടന്ന് എന്തിനാ അവലാതിപ്പെടുന്നത്? കാഹളം കേൾക്കുമ്പോൾ പോയില്ലെങ്കിൽ, ഒരുങ്ങിയില്ലെങ്കിൽ ഈ ഓട്ടത്തിന്, ഈ സ്തുതിക്ക്, ഈ സ്തോത്രത്തിന്, ഈ ആരാധനയ്ക്ക്, ഈ മാറ്റത്തിന് യാതൊരു വ്യത്യാസവും വരികയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഈ ലോകം നമ്മൾ വിട്ടുപിരിയുന്ന ഒരു സമയം ഏത് നിമിഷം സംഭവിക്കാം. അതുകൊണ്ട് മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസാക്ഷിയിൽ ദൈവം നമ്മളെ ഹൃദയം കുറ്റം വിധിക്കാത്ത ഒരു നല്ല മനസ്സിന് ഉടമയായി ഇന്ന് രാത്രി നാം ഓരോരുത്തരും മാറുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവെഴുത്ത് 1-ാം നൂറ്റാണ്ട് മുതൽ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ആരംഭിച്ച ഈ ഉണർവ് യോഗം അന്നു മുതൽ ഇന്ന് വരെയും യഥാർത്ഥ ദൈവദാസന്മാർ, വീണ്ടും ജനനം പ്രാപിച്ചവർ, വചനനിശ്ചയമുള്ളവർ, നന്നായി വചനത്തിലും ഉപദേശത്തിലും ഭരിക്കുന്ന വിശുദ്ധന്മാർ എല്ലാം ദൈവ വചനത്തെ ആസ്പദമാക്കിയാണ് ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടുകഥകളും കിഴവിക്കഥകളും കോമഡികളും, ഉന്തി വീഴ്ത്തുന്നവനെ ഊതി വീഴ്ത്തുന്നതും ശാപം മുറിക്കുന്നതും വിശുദ്ധ ചിരിയും വിശുദ്ധ വരെ ഇങ്ങനെയുള്ള പൈശാചികവും പ്രാകൃതമായ ശൈലികളോ പ്രവർത്തനങ്ങളോ ഉപദേശങ്ങളോ അല്ല ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത്. ദൈവ വചനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ വചനം മനുഷ്യ ശരീരത്തിന്റെ 4448 നാഡിനരമ്പുകളിലേക്കും 206 അസ്ഥികളിലേക്കും റേഡിയേഷൻ പോലെ കടന്നു ചെന്ന് അതിന്റെ ഓരോ ഭാഗങ്ങളെ ബലപ്പെടുത്തിയും ശുദ്ധീകരിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുന്നതാണ് ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നത്. വൈദ്യശാസ്ത്രം കൈവിട്ടതും ലോകക്കാർ ഉപേക്ഷിച്ചതുമായ എല്ലാം വേസ്റ്റായിട്ട് കിടക്കുന്ന, ലോകത്തിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന മനുഷ്യരെ യേശുക്രിസ്തുവിന് വേണ്ടത്. ലോകം പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല. ഇന്ന് രാത്രിയിൽ പ്രൈസ്തലോ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് യഹൂദന്റെ നടുവിൽ യേശു മാറിയെങ്കിൽ ഈ നാട്ടിലും വീട്ടിലും ദേശത്തിലും സമൂഹത്തിലും നീ ഒറ്റപ്പെട്ട് കിടക്കുന്ന, അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നീയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയതായി മാറുന്നത്. ദൈവത്തിന് മഹത്വം. യേശു നിന്ദിക്കപ്പെട്ടു, അപമാനത്തിൽ വിതച്ചു, തേജസ്സിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് പോവുക തന്നെ ചെയ്തു. ഇന്ന് രാത്രി തിരുനാമം നിമിത്തം, കർത്താവിനായി രക്ഷിതാവായി സ്വീകരിച്ച നിമിത്തം, സ്നാനം സ്വീകരിച്ച നിമിത്തം എവിടെങ്കിലും ഒരു കനത്ത നിന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ നീ ഭാഗ്യവതിയാണ് കുഞ്ഞ്, നീ ഭാഗ്യവാനാണ് ദൈവത്തിന്റെ ദാസനെ. നിനക്ക് വേണ്ടി നല്ലൊരു കയ്യടിയും പൂമാലയും പൂച്ചെണ്ടും സ്വർഗ്ഗം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പൂമാലയും പൂച്ചെണ്ടും കയ്യടിയൊന്നും നിലനിൽക്കുന്നതല്ല. ഞാൻ കൺവെൻഷൻ സ്റ്റേജുകളിൽ കട്ടർവെട്ടെ ഫോട്ടോ വെക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. സ്റ്റേജുകളിൽ കയറുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കാനും ദൈവം എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങൾ അടിച്ചു, ആ അടിയെല്ലാം കർത്താവിന് കൊടുത്തേച്ചാൽ മതി. എനിക്കും കയ്യടിയും വേണ്ട, ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്നുള്ള കയ്യടികളും
ഇന്ന് കാണുന്ന ഫോട്ടോകളും ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങൾ ഈ പുസ്തകവും പിടിച്ച് ഈ ഗ്രാമപഞ്ചായത്തിൽ നാടിന്റെ നടുവിലൂടെ അദൃശ്യനായ ഒരു ദൈവത്തെ വിശ്വാസത്താൽ സ്വീകരിച്ചിറങ്ങിയതാണെങ്കിൽ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിലുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള നിങ്ങളുടെ രഹസ്യ ജീവിതത്തെയും സ്വകാര്യ ദുഃഖങ്ങളെയും പരിശോധിച്ചാൽ ഒട്ടനവധി മേഖലകളിൽ നിൽക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ, ഉറക്കം കെടുത്തിയ സംഭവങ്ങൾ, പുറത്തിറങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ കുളിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നേരിട്ടപ്പോഴൊക്കെ നിങ്ങൾ ഓടിയത് മുൻസിഫ് കോടതിയിലേക്കല്ല, എങ്ങോട്ടാണെന്ന് അറിയാമോ? എന്നെ കണ്ടുമുട്ടി, എന്നെ വീണ്ടെടുത്ത്, എന്നെ സ്നേഹിച്ച് എന്റെ രക്ഷകന്റെ അടുത്തേക്കാണ് വന്നത്. എന്റെ ഒരിക്കൽ വന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ച് വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രിയരെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട ചില സന്ദേശങ്ങളെ ആത്മാവിന്റെ ശക്തിയോടെ പ്രസംഗിക്കാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കരുത്. ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കും, ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കും. ഇത് രണ്ടും വലത്തോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ യോഗമെന്ന് പറയുന്നത് സാംസ്കാരിക യോഗമല്ല. സുവിശേഷ യോഗമെന്ന് പറയുന്നത് രാഷ്ട്രീയ യോഗമല്ല. സുവിശേഷ യോഗം എന്ന് പറയുന്നത് കോമഡി കഥാപ്രസംഗമല്ല. സുവിശേഷ യോഗമെന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് സാമൂഹിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു സ്ഥലമല്ല. മാനവജാതിക്ക് വേണ്ടി ദൈവപുത്രൻ ക്രൂശിൽ വഹിച്ചതായ ആ രക്തത്തിന്റെ ശക്തി മനുഷ്യനിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തി അവൻ എവിടെല്ലാമാണ് പാപക്ഷമ ലഭിക്കുന്നുള്ള മഹനീയ സത്യത്തെ തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തുന്നതാണ് സത്യസുവിശേഷം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ ഒരു വാക്യം മാത്രം വായിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നമുക്കൊന്നിച്ച് ആ തിരുവെഴുത്തിന്റെ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കും. ഏതെങ്കിലും ദൈവമക്കൾ വായിച്ചാട്ടെ. ഉറക്കൊന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിന്റെ പരസ്യ യോഗങ്ങളും പരസ്യ ശുശ്രൂഷകളും അവസാനിച്ച് സോർ സീദോൻ എന്ന പ്രദേശത്ത് നിന്നും യെരുശലേമിലേക്കുള്ള അവസാനത്തെ യാത്രയാണ്. ആ ഗ്രാമം വിടുവാൻ പോവുകയാണ്. ആ ഗ്രാമം വിടുന്നതിന് മുമ്പായിട്ട് തന്നെ എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ കുറെ അറിവുകൾ ലഭിച്ചിരിക്കുന്നു. യേശു വന്നു, എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോവുകയാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന സുവിശേഷം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, പുറത്തുള്ളവരോടും അകത്തുള്ളവരോടും പറയാൻ പോകുന്നത്, ഒരുപക്ഷെ ഇന്ന് രാത്രികാലം കർത്താവായ യേശുവിന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ സന്ദേശമായിരിക്കും ജീവിച്ചിരിക്കുന്നതിന്റെ കാതുകളിൽ കേൾക്കാൻ പോകുന്നത്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. സോർ സീദോൻ നാട്ടിൽ നിന്നും ഒരു സ്ത്രീ അവിടെ കടന്നു വന്നു. ഒരു കനാന്യ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, പേര് വെളിപ്പെടുത്താത്ത ഒരു കനാന്യ സ്ത്രീയാണ് കടന്നു വന്നത്. കനാന്യർ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ, നോഹയുടെ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ കനാൻ ശപിക്കപ്പെട്ടവൻ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശപിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ നടുവിൽ നിന്നും ഒരു സഹോദരി ഒരു വിഷയവുമായിട്ട് നസ്രയനായ യേശുവിന്റെ അരികിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ശപിക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് അവൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ആളിനെ ലൈവായിട്ട് ഈ അടുത്ത നിമിഷമാണ് അവൾ കാണാൻ പോകുന്നത്. യേശുവിനെ കുറിച്ചുള്ള കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ യേശു മിശിഹ എന്നൊക്കെ നീ കേട്ടിട്ടുള്ള ഒരു സഹോദരി ആയിരിക്കാം. ഇന്ന് രാത്രി യേശു ക്രിസ്തു നിന്റെ ഏറ്റവും സമീപത്ത് വന്ന് നിൽക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ആദാമ്യ പാപം, പ്രൈസ് ദി ലോർഡ്, 2 പാപങ്ങളാ വന്നിരിക്കുന്നത്. കനാൻ ശപിക്കപ്പെട്ടവൻ, അപ്പന്റെ ശാപവും ആദാമ്യ പാപവും, രണ്ട് പാപവും ശാപവും എല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞ് അവിടെ കുടുംബത്തെ അമർക്കി പിടിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ വന്നിരിക്കുകയാണ് സമൂഹത്തിന്റെ നടുവിലേക്ക്. മാനാഭിമാനം നോക്കിയിട്ടില്ല, അന്തസ് നോക്കിയിട്ടില്ല, മിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായി കടന്നു വരുന്ന ഒരു ശപിക്കപ്പെട്ട കുടുംബത്തിലെ ഒറ്റപ്പെട്ട സ്ത്രീ. എന്താണ് അവിടെ വിഷയം? അവൾക്ക് ഒരൊറ്റ മകളെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൾക്ക് ഭൂതം ബാധിച്ചു, ഭൂതോദ്രവം ബാധിച്ചിരിക്കുന്നു. ഒന്നിലധികം പൈശാചിക ശക്തികൾ ഒരു മനുഷ്യ ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ ബാധിച്ച വ്യക്തിക്ക് ഉറക്കമുണ്ടാകത്തില്ല, അത് വീട്ടിൽ കിടന്നുറങ്ങത്തില്ല, അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കപ്പെടും, മാതാപിതാക്കന്മാരെ അനുസരിക്കത്തില്ല, ഭക്ഷണം ശരിക്കും കഴിക്കത്തില്ല, മുഖം പൈശാചികവും പ്രാകൃതമായിട്ട് കാണും, വീട്ടിലുള്ള പലതും തല്ലിപ്പൊട്ടിക്കും, വലിച്ചെറിയും, ഇരുട്ടിന്റെ യാമങ്ങളിൽ ഓടും. ഇതൊക്കെ പൈശാചിക ദുർശക്തികൾ ഒരു മനുഷ്യ ശരീരത്തിൽ വസിക്കുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന സുബോധം നഷ്ടപ്പെടുത്തി അവ ആ മനുഷ്യന്റെ മേൽ ആധിപത്യം പുലർത്തുന്നതാണ്. അങ്ങനെ അവിടെ കുടുംബത്തിൽ ഭൂതം ബാധിച്ച ഒരു കുട്ടി വീട്ടിൽ കിടക്കുന്നു. അന്നത്തെ നിലവാരത്തിൽ പല ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ആ കുട്ടിക്ക് വിടുതൽ കിട്ടിയില്ല. ഭൂതവും കുട്ടിയും ഒന്നിച്ച് കട്ടിലെ കിടക്കുന്നത് കണ്ടിട്ടാണ് അവൾ കടന്നു
വന്നിരിക്കുന്നത്. അവൾ യേശുവിന്റെ മുമ്പിലേക്ക് വരുന്നത് വലിയ ഈഗോയും ജാടയൊക്കെ കാണിച്ച് ഞങ്ങൾ വലിയ കനാന്യ കുടുംബത്തിലെ വലിയ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാന്ന് പറഞ്ഞ കുടുംബചരിത്രം പറഞ്ഞൊന്നുണ്ടോ അല്ല ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്. ഹൃദയ തകർച്ചയോടുകൂടിയാണ് ആ സ്ത്രീ കടന്നു വരുന്നത്. 15-22 വാക്യം വായിക്കുമ്പോൾ ആ നിലവിളിച്ചുകൊണ്ട കനാന്യ സ്ത്രീ, ഒരു കുട്ടിക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട കനാന്യ സ്ത്രീ യേശുവിന്റെ അരികിലേക്ക് വരികയാണ്. ഈ സ്ത്രീ ഒഴികെ ബാക്കി ആരെല്ലാം യേശുവിന്റെ അരികിൽ വന്നിട്ടുണ്ടോ അവരെ എല്ലാം യേശു ആദരിച്ചു, മാനിച്ചു, അനുഗ്രഹിച്ചാണ് വിട്ടത്. പക്ഷെ ഈ കണ്ണുനീരോടെ കടന്നു വന്ന സ്ത്രീയെ യേശു ക്രിസ്തു പരസ്യമായിട്ട് അവളെ നിന്ദിച്ചു, അവളെ അവഹേളിച്ചു. ഒരു നായ്ക്കുട്ടി എന്നുള്ള പേര് വരെയും അവളെ പബ്ലിക്കായിട്ട് യേശു ആ സ്ത്രീയെ വിളിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വിളിച്ചു. സ്തോത്രം. അതൊരു ഭയങ്കരമായ ഒരു ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 മുതൽ 28 വരെയുള്ള വേദവാക്യം വായിക്കുമ്പോൾ ആ സ്ത്രീയുടെ ഒന്നാമത്തെ വരവാണ്. ഇന്ന് അവൾ വിശ്വാസിയല്ല, ഇന്ന് അവൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവളല്ല, ഇന്ന് അവൾ രക്ഷിക്കപ്പെട്ടവളല്ല. ഏകസത്യ ദൈവത്തെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ അവൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് അവൾ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് യേശുവിനെ മുഖാമുഖം കാണുന്നത്. ജീവിതത്തിന്റെ ഓരോ വഴിത്തിരിവുകളാണ് രക്ഷകനെ കണ്ടെത്തുവാൻ അവസരമൊരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിൽ നിന്നും 3 യുവാക്കന്മാർ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രൈസ് ഹാം, ശേം, യാഫത്ത്. ഇതിന്റെ അകത്ത് ശേമിന്റെ കൊച്ചുമോനാണ് പൗലോസ്, ഹാമിന്റെ കൊച്ചുമോനാണ് ഷണ്ടൻ, യാഫത്തിന്റെ കൊച്ചുമോനാണ് കൊർന്നെല്യോസ്. ഇവർ 3 ജ്യേഷ്ഠ അനുജന്മാരാണ്. ഈ 3 പേരും 3 സ്ഥലങ്ങളിൽ, 3 രാജ്യങ്ങളിൽ, 3 തൊഴിലുകളിൽ, 3 വെറൈറ്റി ജാതികളിൽ അവർ പിൻകാലങ്ങളിൽ അകപ്പെട്ടു പോവുകയുണ്ടായി. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങൾ, 3 കൊച്ചുമക്കൾ 3 നിലകളിൽ ശത്രുക്കളായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. യൂറോപ്യക്കാരനായ കൊർന്നെല്യോസ്, ഏഷ്യക്കാരനായ പൗലോസ്, ആഫ്രിക്കക്കാരനായ ഷണ്ടൻ. പ്രൈസ് ദി ലോർഡ്. ഇവർ 3 പേരും അതേ സഹോദരന്മാരായിരുന്നു. പക്ഷെ ആർക്കും അറിയാൻ പറ്റിയില്ല. എന്നാൽ സത്യസുവിശേഷം അന്ത്യസമയത്ത് ഓരോ വെളിപ്പാടുകളിലും മുഖാന്തരങ്ങളിൽ കൂടെ ആ സത്യദൈവത്തിങ്കിലേക്ക് അവരെ അടുപ്പിച്ചു എന്നുള്ളതാണ്. കൊർന്നെല്യോസിനെ ഒരു വീട്ടുപ്രാർത്ഥനയിൽ വെച്ചും ഷണ്ടനെ ഒരു വണ്ടിക്കകത്ത് വെച്ചും അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മത തീവ്രവാദിയെ പബ്ലിക് റോഡിലിട്ടും ദൈവം സന്ദർശിച്ച് സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും അവകാശത്തിന് യോഗ്യനായിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ 3 പേരെയും ദൈവം ഒന്നിച്ചു. ഇന്ന് രാത്രികാലം മതം കൊണ്ടോ ജാതി കൊണ്ടോ വർഗം കൊണ്ടോ വൈരാഗ്യപ്പെട്ടിരിക്കുന്ന സഹോദര, കത്തിയും കുത്തിയും വെട്ടിയും മുറിച്ചും ചോരത്തലി കാണിക്കാൻ നീ കടന്ന് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, മനുഷ്യ ശരീരങ്ങൾ മുഴുവൻ ആരംഭം കുറിച്ചത് ഏദൻ പർദീസയിൽ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനിൽ നിന്നുള്ള കാര്യം വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശപിക്കപ്പെട്ട കുടുംബത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ മാന്യ സഹോദരി. അവൾ നിലവിളിച്ചുകൊണ്ടാണ് വന്നത്, എന്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. പ്രൈസ് ദി ലോർഡ്. എന്റെ മകൾക്ക് ഭൂതോദ്രം കഠിനമായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവൾക്ക് ഒരു നാണക്കെടുന്ന പലർക്കും പല അപമാനമാണ്. പ്രാർത്ഥനയ്ക്ക് വരാൻ, ഒരു പ്രാർത്ഥന കാര്യം പറയുവാൻ, യേശു എന്നൊക്കെ വിളിക്കാൻ നാണക്കേടാ. എന്റെ അരിക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. ഗോപിനാഥനാചാരി എന്ന് പറയുന്നതായിട്ടുള്ള ആ പാവപ്പെട്ട സഹോദരൻ 41 പരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിതം അവസാനിപ്പിച്ച് സമാധാനമില്ലാതെ ജീവിതം അവസാനിപ്പിക്കുവാൻ റെയിൽവേ ട്രാക്കിലേക്ക് കിതച്ചുകൊണ്ട് ഓടിയ ചെറുപ്പക്കാരനെ അവന്റെ പുറകെ ഓടിച്ചെന്ന് സുവിശേഷത്തിന്റെ സന്ദേശം നൽകിയത് ഒരു പെന്തക്കോസ്തിലെ പാസ്റ്ററായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഭാരതത്തിൽ ഉപദേശിമാർ എന്ത് ദ്രോഹമായി ചെയ്തിട്ടുള്ളത്? അവർക്ക് കിട്ടുന്നത് മുഴുവൻ കുറച്ച് നിന്നയും അപമാനവും ചീത്തവിളി അപമാനം ഒറ്റപ്പെടലുമാണ്. ദൈവത്തിന് സ്തോത്രം. അവരെങ്ങനെയാണ് പാസ്റ്ററായത്? ഒരു കാലഘട്ടങ്ങളിൽ അവർ പാപികളായിരുന്നു, ഒരു കാലഘട്ടങ്ങളിൽ അവർ ദേശത്തിന്റെ ഭീകരന്മാരായിരുന്നു, ഒരു കാലഘട്ടങ്ങളിൽ ജനദ്രോഹികളായിരുന്നു. പല നിലകളിൽ ദേശത്തിനും നാടിനും നാട്ടാർക്കും അവർ ഭയങ്കര ഉപദ്രവകാരികളായിരുന്നു. സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വെളിച്ചം അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ അവർക്കൊരു പുതിയ സൃഷ്ടി, ഒരു പുതിയ ഹൃദയം ദൈവം കൊടുത്തു. അവർക്കൊരു മാനസാന്തരം കൊടുത്തു. മനുഷ്യന്റെ വേദനയെ അവർ മനസ്സിലാക്കി. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട വർഗീസ് മാസ്റ്റർ ഞങ്ങൾ ജാതിയോ മതമോ നോക്കാതെ 2 ചേച്ചിമാരും ഒരു അമ്മ വയ്യാത്തൊരു കുട്ടിയൊക്കെ ഇവിടെ വന്നല്ലോ, അവരെ സഹായിപ്പാനായിട്ട് ഇടയായി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മുഴുവൻ കോടീശ്വരന്മാരാ, പണം കവിഞ്ഞതുകൊണ്ടാണ് കൊടുത്തത് അല്ല, ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു വീതം മറ്റുള്ളവർക്കും കൊടുക്കാൻ യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അത് മതപരിവർത്തനമല്ല. അവരെ മതം മാറ്റാനൊന്നും ഞങ്ങൾ പോയില്ല, മതം മാറണമെന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. മതം മാറിയിട്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം നിങ്ങൾ അവരെ ഇരട്ടി ന്യായവിധിക്ക് യോഗ്യരാക്കുന്നു. യഹൂദന്റെ മുഖത്ത് നോക്കി യേശു ക്രിസ്തു തുറന്നു പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ വീണ്ടും ജനനം പ്രാപിച്ച സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷ മതപരിവർത്തനമല്ല, അവർ മനപരിവർത്തനമാണ് അവർ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ എന്ത് സൈലന്റായി നിൽക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നവരുള്ള സകല
സകല കാര്യങ്ങളും ചെയ്യാനും പറയാനും എല്ലാം ഞങ്ങൾക്കറിയാം. ഇതിനെല്ലാം PhD എടുത്തതാണ്. പക്ഷേ ഞങ്ങൾക്കായി ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു. ഈ കരം അതിന് തെറ്റായിട്ട് ഉപയോഗിച്ച പല സമയങ്ങളുണ്ടായിരുന്നു. ആ കരത്തിന്മേൽ ആണിയടിച്ച് ഞങ്ങൾ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. എന്നാൽ ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ ക്രൈസ്തവ വിഭവങ്ങളിൽ ചില ജീവിതങ്ങൾ ബലഹീനരും പിന്മാറ്റക്കാരും അവരുടെ ജീവിതത്തിൽ വചനവിരുദ്ധമായ ചില കുറവുകളും വീഴ്ചകളും വന്നിട്ട് അത് പൊക്കിയെടുത്തിട്ട് ഞങ്ങൾ മൊത്തം അങ്ങനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ സഹോദര, ദൈവത്തിന് സ്തോത്രം. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, തിരുവിഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ദൈവത്തിനെ മഹത്വം. ഇന്ന് അനാഥരെ പോലെ ഈ ലോകത്തിൽ കഴിയുന്ന ദൈവമക്കൾ ഓരോരുത്തരും അവരെ നാഥനോടുകൂടെ വീണ്ടും ഇറങ്ങി വരുന്നൊരു സുദിനമുണ്ട്. അന്തർഭാഗത്ത് ATM കാർഡിലെ പാസ്വേഡ് പോലെ അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ മർമ്മം യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സഹോദരി വന്നത് നിലവിളി ഉണ്ടായിരുന്നു, കണ്ണീരുണ്ടായിരുന്നു. കരച്ചിലൂടെ വന്നിട്ടും നിലവിളിച്ചു വന്നിട്ടും അനുദപിച്ചു വന്നിട്ടും അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല എന്നുള്ളതാണ് ചിന്തിപ്പിക്കുന്നൊരു വിഷയമാണ്. ദൈവപുത്രനിലേക്ക് കരഞ്ഞുകൊണ്ട് വരുന്നവരെ ആരും കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. പക്ഷേ ഈ സഹോദരിയോട് ഇത്ര നീചമായ നിലയിൽ എന്തെങ്കിലും ഇവിടെ യേശുവിനെ എന്തെങ്കിലും മോശമായി പറഞ്ഞോ, അല്ല യേശു കുറിച്ച് എന്തെങ്കിലും ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ഈ ദൂതിന്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു വലിയ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ നിലവിളിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ കടന്നു. അവൾ നിലവിളിച്ചുകൊണ്ട് പിന്നാലെ വരികയാണ്. നാഥ, അങ്ങ് അവളെ എന്തെങ്കിലും പറഞ്ഞയക്കണം, അവക്കൊരു വിടുതൽ കൊടുക്കണം, അവിടെ കുട്ടിയുടെ വിഷയമാണ്. യേശു അവരോട് മക്കളുടെ അപ്പവിടുത്തെ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അരിക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ വ്യക്തിപരമായി വേറുകൃത്യ യേശുവിനുണ്ടോ? തരംതിരിച്ചുള്ള ആൾക്കാരുടെ സുവിശേഷം പറയുന്നുള്ളൂ. ജാതി മതം നോക്കിയാണ് യേശു ക്രിസ്തു രക്ഷാമാർഗം അറിയുന്നത്. ഇതൊക്കെ വലിയ സംശയം ഉണ്ടാവും. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അരിക്കലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ ഒരു മറുപടി പറഞ്ഞതിനോടുകൂടെ അവൾ മാറിപ്പോകും എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെങ്കിൽ ഈ വാക്കവൾ വ്യക്തമായിട്ട് കേട്ടു. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അരിക്കലേക്കാണ് എന്നെ അയച്ചിരിക്കുന്ന യേശു പറഞ്ഞിട്ടും അവളെ തിരസ്കരിച്ചു വിടുന്ന, അവിടെ കണ്ണുനീരിനോ അവിടെ പ്രാർത്ഥനയ്ക്കോ ചെവി കൊടുക്കാത്ത നിലയിൽ യേശു മാറി നിന്നിട്ടും അവൾ വിട്ടുപോയില്ല, അവിടെ തന്നെ നിന്നു. അവൾ രണ്ടാമതായിട്ട് കരച്ചിൽ മാറ്റിയിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവൾ നമസ്കരിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. അപ്പോൾ അവർ ആദ്യം വന്നപ്പോൾ കരഞ്ഞു, നല്ലത് തന്നെ. രണ്ടാമത് അവൾ പോകാനായിട്ടുള്ള സകല ക്രമീകരണങ്ങൾ ഒരുക്കത്തക്ക നിലയിൽ ചില വാക്കുകൾ വന്നു. തരംതിരിച്ച് യേശു സംസാരിച്ചു. പക്ഷെങ്കിൽ അവൾ ആ നിമിഷം കേട്ടപ്പോളേ കർത്താവേ സഹായിക്കണമേ എന്നും പറഞ്ഞ് അവന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് പറയുന്നു, അവളോട് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് അന്നല്ല. ഇതൊരു വലിയ വേദന നിറഞ്ഞൊരു വാക്കായി പോയി. പ്രൈസ് ദി ലോർഡ്. യേശു ആരെയും വേദനിപ്പിച്ചിട്ടില്ല. കാര്യങ്ങളെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ശക്തമായി പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരെയും പരീശന്മാരെയും ന്യായശാസ്ത്രിമാരെയും ഹെരോദ്യരെയും ഒക്കെ എടുത്തു കുടഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയത്തെ പിടിച്ചുലച്ചിട്ടുണ്ട്. അവർക്ക് നിൽക്കപ്പുള്ളിയില്ലാത്ത അന്തരീക്ഷത്തിൽ അവരെ കർത്താവ് പല നിലകളിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിലും യേശു ആരെയും വേദനിപ്പിച്ചിട്ടില്ല. സത്യത്തിൽ പബ്ലിക്കായിട്ടൊരു സ്ത്രീയെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോ? പബ്ലിക്കായിട്ടൊരു സ്ത്രീയെ മാനസികമായി തകർക്കുന്നത് കണ്ടോ? അവിടെ പ്രാർത്ഥനയ്ക്കും മറുപടി ഒരു കുഞ്ഞിൻ്റെ ഒരു പെറ്റ തള്ളയ്ക്കറിയാം ഒരു കുഞ്ഞിൻ്റെ വേദന. അതിന് നൊന്തു പ്രസവിച്ച ഒരു മാതാവിനറിയാം ഒരു കുട്ടിയുടേതായ അതിൻ്റെ അവസ്ഥ. പക്ഷെങ്കിൽ യേശുവിൻ്റെ ഒരിക്കൽ വന്നിട്ട് യേശു അത് കണ്ടതായിട്ട് ദഹിച്ചില്ല. അവസാനം ഇവിടെ കയറി നായ്ക്കുട്ടി എന്ന് വിളിച്ചു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. സാധാരണ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ, ഇന്ന് രാത്രി പ്രസംഗം കേൾക്കാൻ വന്നവരാരാണെങ്കിൽ അന്നേരം തന്നെ പ്രൈസ് ദി ലോർഡ് അന്നേരം 10 പേരോട് പറഞ്ഞേ പോകത്തുള്ളൂ. ഞാൻ ഇത്രയും ദൂരം ഈ നടന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. ആ മനുഷ്യൻ പറഞ്ഞു കേട്ടില്ല, എന്നെ മേരിക്കുട്ടി എന്നെ പട്ടിയെന്ന് വിളിച്ചിട്ട് ആദ്യം ഇസ്രായേലിൽ കാണാതെ പോയ അടികളിലേക്ക് പോകത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പറയുന്നത്. 10,000 പരാതികൾ പറഞ്ഞ് അവർ വീട്ടിൽ ചെല്ലുന്നിടം വരെ 100 പേരോടെങ്കിലും ഇത് പറഞ്ഞുകൊണ്ടേ അവൾ പോകത്തുള്ളൂ, കരഞ്ഞുകൊണ്ട് പോകത്തുള്ളൂ. സ്തോത്രം. ഇതാണ് യേശു ഇങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ വരുന്നത്? ഇങ്ങനെയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. പക്ഷെങ്കിൽ ഈ ശപിക്കപ്പെട്ട കുടുംബത്തിൽ നിന്നും കടന്നു വന്നതായ ഈ സ്ത്രീയുടെ ആ നിലപാടുകൾ യേശു വ്യക്തമായി മനസ്സിലാക്കാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൾ ആ നിമിഷം തന്നെ നായ്ക്കളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന അപ്പനുറുക്കുകൾ കണ്ടാൽ
എങ്ങനെയാണ് ജീവിക്കുന്നത് അതൊന്ന് കേൾക്കാനായിട്ട് അരുമനാഥനൊന്ന് കാത്തിരിക്കുകയായിരുന്നു. ഒരു ദൈവസന്നിധിയിലേക്ക് മനുഷ്യ നീ കടന്നു വരുമ്പോൾ, സഹോദരൻ നീ കടന്നു വരുമ്പോൾ, നിന്റെ ഈഗോയും ജാടയും എല്ലാം എടുത്ത് കളഞ്ഞ് നിനക്കൊരു അനുതാപമുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കണം. അതിലവൾ വിജയിച്ചു. രണ്ടാമതായിട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ അനുതാപതരംഗം കാണിച്ചെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുത്ത് നിന്റെ വീട്ടിലേക്ക് മടങ്ങുകയല്ല. ആരാധനയ്ക്ക് യോഗ്യനായവന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നെങ്കിൽ അവനെ നമസ്കരിച്ചേ കടന്നു പോകാവൂ. സ്തോത്രം. അതുകൊണ്ട് മാത്രമായില്ല, കരഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ആരാധനയിൽ ദൈവത്തിന് സമർപ്പിച്ചതുകൊണ്ട് കാര്യം മാത്രമായില്ല, ദൂതേറ്റെടുക്കാൻ ഒരു മനസ്സ് നിനക്കുണ്ടായിരിക്കണം. ശക്തമായി ഹൃദയത്തെ സ്പർശിക്കുന്ന വേദനിക്കുന്ന ഒരു ദൂത് യേശു പറഞ്ഞപ്പോൾ അവൾ ആ ദൂതേറ്റെടുത്ത് തന്നെത്താൻ താഴ്ത്തിയിട്ട് പറയുകയാണ്. അവൾ സ്വയം സമ്മതിച്ചു, നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന അപ്പം നുറുക്കുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ യേശു അനേക ആൾക്കാരുടെ നടുവിലാണ്, പബ്ലിക്കിലാണ്, പന്തലല്ല, വീടില്ല, പബ്ലിക് റോഡിൽ പൊതുജനം കൂടിയ സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയെ യേശു പരസ്യമായിട്ട് അപമാനിച്ചു, അവഹേളിച്ചു. അവളോട് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ യേശു പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. എവിടെ നീ കർത്താവിന്റെ നാമം നിമിത്തം ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ദൈവം നിനക്കൊരു നിന്നയോ അപമാനമോ ഒരു ഒറ്റപ്പെടനയോ നാടിന്റെ നടുവിലോ ജനത്തിന്റെ നടുവിലോ നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിന്നെ വലുതാക്കി എടുക്കാനുള്ള വലിയൊരു വിശ്വാസത്തിന്റെ സമ്പത്ത് നിന്റെ ഉള്ളിലുണ്ട്. സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. സ്തോത്രം. എന്തുകൊണ്ടാണ് അത്രയും കാലതാമസം വരുത്തിയത്? എന്തിനാണ് അവളെ ഇത്രയും വിഷമിപ്പിച്ചത്? അവൾ ആദ്യം കരഞ്ഞുകൊണ്ട് വന്ന ശേഷം കുട്ടിക്ക് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരു വിശ്വാസിയായിട്ട് മാറത്തില്ലായിരുന്നു, അവളൊരു ദൈവമകളായി മാറത്തില്ലായിരുന്നു, അവൾ വിശ്വാസത്തിന്റെ വർധനമാകത്തില്ല, അവൾ യേശുവിനെ അറിയത്തില്ല, അവൾ സമർപ്പിക്കുന്നവളായി മാറത്തില്ലായിരുന്നു, അവൾ ആരാധിക്കുന്നവരായി മാറത്തില്ലായിരുന്നു. യേശുവിന് അവളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇവൾ നല്ലൊരു വിശ്വാസിയായിട്ട് മാറണം. ഇവൾ ജാതീയ മാർഗത്തിൽ നിന്ന് വന്നതാണ്. ഇവൾ ആരാധിക്കുക മാത്രമല്ല വചനം ഏറ്റെടുക്കുന്നവളായി ആ വിശ്വാസത്തിന്റെ വർധനവുണ്ടായി. എന്റെ സാക്ഷിയായിട്ട് ഈ സീദോൻ നാട്ടിൽ ഇവൾ എന്റെ മഹിമയുടെ സാക്ഷ്യം വഹിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം കഷ്ടങ്ങളിൽ ഏറ്റെടുത്ത് തുണയാകുന്നു. ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് തരുമ്പോൾ വേദന തോന്നാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതെല്ലാം പിന്നത്തേതിൽ വലിയ വലിയ അനുഗ്രഹങ്ങളായി മാറുക തന്നെ ചെയ്യും. എന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ 41 വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ട് എന്റെ 6 വർഷമായിരുന്നു എന്റെ ജീവിതത്തിന്റെ കഠിന ശോധനയും കഷ്ടതയും ഉണ്ടായിരുന്നത്. വിശുദ്ധ വേദപുസ്തകം എടുത്ത ശേഷമാണ് എന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വലിയ കൊടിയ ശോധനകളും കഷ്ടതകളും ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. വിശപ്പ് ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കി. 1 വർഷം ദൈവം എന്നോട് നേരത്തെ സംസാരിച്ചു, നല്ല കഷ്ടങ്ങളിലൂടെ ഞാൻ കടത്തിവിടും, പിന്നീട് ഞാൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് പറഞ്ഞു, ഈ ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലും വിട്ട് ഞാൻ നിന്റെ വചനം, എന്റെ പ്രഘോഷണം നിന്നിലൂടെ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന് ദാനമായിട്ട് എനിക്കൊരു MDHO BTHO ഡോക്ടറേറ്റോ അങ്ങനെയുള്ളതായ BTHO ഡിഗ്രിയോ ഒന്നും എന്റെ കയ്യിലില്ല. ഒരു പച്ച മനുഷ്യൻ മാത്രം, ജീവനുള്ള ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ആ മനുഷ്യ ശരീരത്തോടാണ് ഉടയവന്റെ ശബ്ദം. ഈ പ്രപഞ്ചത്തിന്റെ ഈ ഭൂമിയുടെ 5 ഭൂഖണ്ഡങ്ങളുടെ സുവിശേഷം പ്രസംഗിക്കും. എനിക്കിത് ദൈവശബ്ദമാണ്, ദൈവമാ പറയുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കേൾക്കുന്ന കർത്തൃദാസന്മാരെ, ദൈവമക്കളെ, മനുഷ്യന് അവിശ്വസനീയമായിരിക്കും ദൈവത്തിന്റെ ഓരോ ആലോചന ദൈവം ജനത്തോടും വ്യക്തികളോടും അറിയിക്കുന്നത്. നാളെ നിങ്ങൾ ഇറച്ചി കഴിക്കുമെന്നും ഞങ്ങൾ കളരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിട്ട് തോന്നി. കല്ലറവാതിൽക്ക് അറിഞ്ഞുകൊണ്ടുവന്ന് മറിയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അവൾക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു. യേശുക്ക് 4 ദിവസം നാറ്റം വെച്ചതായ ആ ഡെഡ് ബോഡി പുറത്ത് എഴുന്നേറ്റ് വരുമെന്ന്. ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. സ്തോത്രം. അതാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്നുവരെയും തക്ക സമയത്താണ് ദൈവം എന്നെയും നിങ്ങളെയും ഓരോരോ വിഷയത്തിന്മേലും ദൈവം നടത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് ഊതിപ്പെരിപ്പിച്ച് ഹൃദയത്തിലും മനസ്സിലും നിറച്ചിട്ട് പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ സംശയമുള്ളവരായി മാറി അവിശ്വാസത്തിന്റെ വിഷയത്തുകൾ വരരുത്. അന്നേരം ഓർക്കണം, കർത്താവേ, കഴിഞ്ഞ മാർച്ചിൽ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ, കഴിഞ്ഞ ഏപ്രിൽ എൻ്റെ കുട്ടിക്കും എൻ്റെ കുടുംബത്തിനും എനിക്കും ഉണ്ടായ പ്രതിസന്ധിയിൽ അങ്ങാണ് വിടുവിച്ചത്. ഇതിലും കർത്താവ് വിടുതലും നൽകും. കഴിഞ്ഞുപോയ കാര്യങ്ങളെയും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഇപ്പം നിന്റെ മുമ്പിൽ വരുന്ന സംശയങ്ങളും ദൈവത്തോടുള്ള പരിഭവങ്ങളും പാടേ പറഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിച്ചാൽ, ആ സ്ത്രീയോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? സ്ത്രീയെ, നിന്റെ ഇഷ്ടം പോലെ, നീ ഏത് കാര്യമായിട്ടാണ് വന്നത് അത് നടന്നിരിക്കുന്നത്. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഒന്നും വേണ്ട, നിന്റെ ഇഷ്ടം എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവൾ വീട്ടിൽ ചെന്നപ്പോൾ
ഭൂതം വിട്ടുപോയതും കുട്ടികെട്ടിലെ കിടക്കുന്നതുമാണ് കണ്ടത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നീ ഓർത്തോണം, ഈ യോഗസ്ഥലത്ത് നീ വന്നിരുന്ന് അന്ന് ശേഷം തിരുനാമം നിമിത്തം എന്തെങ്കിലും ഒറ്റപ്പെടൽ ദൈവഭാഗത്തു നിന്നും നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തു, അത് നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചിലതിന്റെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ചില വീടുകളിൽ ചെന്നാൽ ചില കുട്ടിയുടെ ദേഹത്താ ഭൂതം, ചില വീട്ടിൽ ചെന്നാൽ ആ ഭാര്യയുടെ ദേഹത്താ ഭൂതം. അച്ചായനും കുഞ്ഞുങ്ങൾക്കും ഭൂതമൊന്നുമില്ല, അവർ പേടിച്ച ഈ സഹോദരിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി ചില വീട്ടിൽ അച്ചായന്റെ ദേഹത്താ ഭൂതം, ഈ അമ്മാമ്മയും കുഞ്ഞുങ്ങളും പേടിച്ച് അവിടെ നിൽക്കുന്നത്. എന്നാൽ ചില വീട്ടിൽ ചെന്നാൽ മൊത്തം ഭൂതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ആട്ടെ, എന്താണെങ്കിലും കൊള്ളാം, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രൈസ് ഗോഡ്. നമ്മുടെ മാനസികവും ശാരീരികവും ആത്മീയമായ വിഷയത്തിൽ ആഴത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ശരീരവും ആത്മാവും രക്തവും നാമമാണ് യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. യേശു പബ്ലിക്കായിട്ടുള്ള മിനിസ്ട്രിയിൽ ഒരു വ്യക്തിയെ ഗദരദേശത്ത് വെച്ച് കാണുകയുണ്ടായി. ആരും പറഞ്ഞില്ല, ആരും ഇൻഫർമേഷൻ കൊടുത്തില്ല. കർത്താവ് ഗദരദേശത്തെ ഒരു സഹോദരനുണ്ട്, അവൻ വീട്ടിലെങ്ങും ചെല്ലത്തില്ല. പട്ടണത്തിൽ നിന്ന് നാട്ടുകാരെല്ലാം അവനെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. അവൻ വസ്ത്രം ധരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അവന് വേണ്ടി അക്കരയ്ക്കൊന്ന് പോകാമെന്ന് മേൽ പറഞ്ഞ പത്രോസോ യാക്കോബോ യോഹന്നാനോ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ തകർന്ന ഒരു ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അവസ്ഥ, ദൈവത്തിന്റെ മഹത്വം. ഗദരദേശത്തെ ഭൂതഗ്രസ്തനായി കിടങ്ങുന്ന, ഭാവി നഷ്ടപ്പെട്ട് ചുറിയുറുക്കുള്ള ചെറുപ്പക്കാരൻ, ഭാവി തീർന്ന് അവൻ്റെതായ എല്ലാ സുബോധവും നഷ്ടപ്പെട്ട് അവൻ്റെ വീട്ടിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ പട്ടണത്തിൽ ചെന്നാൽ നാട്ടുകാർ കല്ലെറിയും. ഓടറ എന്നും പറഞ്ഞെടുത്ത് കല്ലെറിച്ച് ഓടിക്കുകയാണ്. ഇതെല്ലാം യേശു ആത്മാവിൽ കണ്ടു. ദൈവത്തിന് മഹത്വം. ഒരു വ്യക്തി ഒരു ദേശത്തിലോ കുടുംബത്തിലോ ഒരു പഞ്ചായത്തിലോ ഒറ്റപ്പെട്ട് മനോവേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരും റെക്കമെൻഡേഷൻ ചെയ്യേണ്ട കാര്യമില്ല. സൃഷ്ടികർത്താവിന് അറിയാം. യഹോവയുടെ കണ്ണെല്ലായിടത്തുമുണ്ട്, അവൻ ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പണ്ട് തമിഴ്നാട്ടിൽ ഒരു കൃത്രിമ ഒരു വ്യാജ്യ കപട സന്യാസി ഉണ്ടായിരുന്നു. നല്ല സന്യാസിമാരുണ്ട്, കപട സന്യാസി, ഒരു വ്യാജ്യ സന്യാസി. ഇദ്ദേഹം എങ്ങാണ്ട് പോയി ഒരു മാജിക്കും ഒക്കെ പഠിച്ചിട്ട് ഇവൻ വന്നൊരു സന്യാസിയായിട്ട് വേഷമെല്ലാം കെട്ടി ഒരു ആലിൻ്റെ ചൂട്ടിൽ വന്നിരുന്നു. ആലിൻ്റെ ചൂട്ടിൽ വന്നിട്ട് ഈ മാജിക്ക് കാണിക്കാനായിട്ട് തുടങ്ങി. ഒരു പാട്ടകലിക്ക് പാട്ടയ്ക്കകത്ത് മണലിട്ട് വെച്ച ഗ്ലൂക്കോസ് വിക്കറ്റ് എടുത്ത് കാണിച്ചു. പ്രൈസ് ഗോഡ്. കല്ലെടുത്ത് വെച്ച ഒന്നാം തരം കോഴിമുട്ട എടുത്ത് കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അടയ്ക്കാപ്പാക്ക് കാണിച്ചിട്ട് ആപ്പിൾ എടുത്ത് കാണിച്ചു. തമിഴ് മക്കളെല്ലാം അങ്ങ് വിശ്വസിച്ചു. ആണ്ടവനേ, നീ ആണ്ടവനാണ്, നീ വലിയവനാണ്, ദൈവമേ എന്നും പറഞ്ഞ് ഇവനെ ദൈവമായിട്ട് അവരങ്ങ് പ്രഖ്യാപിച്ചു. ഇപ്പം വീരപ്പനെ അവിടെ ദൈവമായി പ്രഖ്യാപിച്ചിരിക്കുക. കാട്ടുകള്ളം വീരപ്പന്റെ നാമത്തിൽ ക്ഷേത്രവും പൂജയും ആരാധനയും തുടങ്ങി. പോയവർക്ക് പരിശോധിക്കാൻ ശരിയാണോ എന്ന്. സ്തോത്രം. അപ്പം നോക്കുക, ഏതെങ്കിലും ഒരു കേസ് കെട്ട് കിട്ടിയാൽ അതിനെ കണ്ടുപിടിച്ച് അതിനെ ദൈവമായിട്ട് അംഗീകരിച്ച് അതിന്റെ പുറകെ തല്ലി അലിച്ച് വീഴുന്ന ഒരു കൂട്ടം ജനം ഈ 20-ാം നൂറ്റാണ്ടിലും ഉണ്ട്. എങ്ങനെ ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവനാകുന്നു. അപ്പോൾ ഈ സന്യാസിയെ വിട്ടിരുന്നു, പറഞ്ഞു ഞാൻ ദൈവമാണ്. ഇങ്ങനെ 6 മാസം കൊണ്ട് ഇവൻ ആഴ്ചവട്ടിലിരുന്ന് കോടികൾ തൂത്തുവാരി. അവൻ വന്ന് ജനമെല്ലാം കൊണ്ട് കൊടുത്തു, ഇഷ്ടംപോലെ പണം കൊണ്ട് കൊടുത്തു. പണമെല്ലാം തോന്നുന്നു, ആഹാരം എല്ലാം കഴിഞ്ഞു. അങ്ങനെ ശരീരത്തിന് എക്സസൈസ് ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വയറൊക്കെ പുറത്തോട്ട് ചാടാനായിട്ടൊന്ന് തുടങ്ങി. മൂട്ടാനൊരു കുടവയറായി, അനക്കമില്ല, BP കൂടി, പ്രഷറായി. അങ്ങനെ ഇരിപ്പ് കാരണം പ്രൈസുള്ള മലബന്ധങ്ങളൊക്കെ ഉണ്ടായി. ശ്വാസം ശരിക്ക് പോകുന്നില്ല. ആസ്തമായും വലിവും കോച്ചും കൊളുത്തും കന്ത്രകുന്ത്രാണ്ടം എല്ലാം വന്ന് കയറി. ആകപ്പാടെ ഇരിക്കത്തില്ല. അവസാനം എന്നെ എടുത്ത് പുള്ളി അവിടെ കിടന്ന് സഹിക്കാൻ മേലാതെ വന്നപ്പോൾ അലറിയൊരു വിളി വിളിച്ചു, എന്റെ ദൈവമേ. പക്ഷെ ഇത് കേട്ടോണ്ടിരുന്ന കൂട്ടത്തിൽ തലമുണ്ടയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിലൊരുത്തൻ പറഞ്ഞു, ഇടാവൻ വിളിച്ചത് ദൈവമേ എന്നല്ലേ വിളിച്ചത്, അപ്പൊ ഇവനല്ല ഒറിജിനൽ ആള്, ഇതിന്റെ മുകളിൽ വേറെ ആളുണ്ട്. പ്രൈസ് ഗോഡ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അനുഭവങ്ങളിലുള്ള ചിലരുടെ നാടകം പൊളിയുമ്പോഴത്തേനാണ് സത്യത്തെക്കുറിച്ചുള്ള ബോധം നിനക്കുണ്ടാകുന്നത്. സ്തോത്രം. ഇത് ഞങ്ങളുടെ പെന്തക്കോസിന്റെ ആരാധന ഒരു അഭിനയമല്ല, ഇതൊരു നാടകമല്ല, ഇതൊരു തോന്നലല്ല. ഇതിനോട് ബദലായിട്ടും എതിരായിട്ട് നിന്നും എതിർത്തും വാദിച്ചു നിന്ന് ഞങ്ങളെ ഓരോരുത്തരെ ഇന്നിത് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കുടന്നുറക്കാൻ മേലാത്തൊരു അന്തരീക്ഷമാണ്. പ്രൈസ് ഗോഡ്. പെന്തക്കോസിലെ ഉപദേശിമാർ വിശ്വാസികളെ തോട്ടിൽ സ്നാനപ്പെടുത്തുമ്പോൾ മാറി നിന്ന് അസഭ്യ വാക്ക് പറയുന്ന ഒരു പഴയ ഗോപിനാഥൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വഴിയോരങ്ങളിൽ കർത്തൃദാസന്മാർ ജീവരക്ഷയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പറയുമ്പോൾ അവർക്കെതിരായി സംസാരിക്കുന്ന ഒരു പഴയ ഗോപിനാഥൻ ഉണ്ടായിരുന്നു. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകും. എന്നാൽ എൻ്റെ ജീവിതത്തിന്റെ തകർച്ചകൾ ആരംഭിച്ചു. എന്നാൽ ആ മരണസമയത്ത്, ആ മരിക്കാൻ പോയ ആ സമയത്ത് ആ കർത്താവിന്റെ ദാസനെ അയച്ചു. പെന്തക്കോസിലെ ഉപദേശിമാരെ ഇഷ്ടമല്ലായിരുന്നു. ആ മാന്യനായ ദൈവദാസന്റെ മനോഹരവും ആദരവും നിറഞ്ഞ ഇടപെടൽ എനിക്ക് ദൈവത്തെങ്കിലേക്ക് കൂടുതൽ എടുക്കാനുള്ള വാക്യങ്ങളും വചനങ്ങളും ആ ഭക്തനായ മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്നു. അതിലൂടെ എൻ്റെ രക്ഷിതാവിനെ ഞാൻ കണ്ടുമുട്ടി. മനസ്സിൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സമാധാനം, കെട്ടുറപ്പുള്ളതും പിടിച്ചാൽ പിടിമുറുകുന്നതും കൈവിടാത്തതുമായ ഒരു ബലിഷ്ഠ കരം എന്നെ പിടിച്ചു. അത് മറ്റൊരു കരമായിരുന്നില്ല, എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിന്മേൽ നീട്ടിക്കൊടുത്ത ആണിപ്പഴുതുള്ള കരം. ജാതിയും മതവും പള്ളിയും ജാതിയും
ജാതിയും പേരും നോക്കാതെ അനുദപിക്കുന്ന ഒരു പാപിയെ കരം പിടിക്കുന്ന ഒരു യേശു കർത്താവ് ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ ആ ഭൂതഗ്രസ്തനായ മനുഷ്യൻ അക്കരയ്ക്ക് യേശു പോവുകയാണ്. കടലിൽ കൂടിയാണ് യാത്ര. അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകുക. ഉടനെ എല്ലാവരും പടകിലേക്ക് വലിഞ്ഞു കയറുന്നു. പത്രോസും യാക്കോബും യോഹന്നാനും ശിഷ്യന്മാരും എല്ലാവരും കയറുന്നു. അവർ അക്കരയ്ക്ക് ചെല്ലുന്നു. അക്കരെ ചെന്നപ്പോൾ ഈ നാട്ടുകാർ ഓടിച്ചുവിട്ട, വീട്ടിൽ നിന്ന് ഓടിച്ചുവിട്ട, പട്ടണത്തിൽ നിന്ന് ഓടിച്ചുവിട്ട നഗ്നനായ ഒരു മനുഷ്യ ശരീരം ഓടിക്കതച്ച് യേശുവിന്റെ മുമ്പിൽ വന്ന് വീണു. പ്രൈസ് ഗോഡ്. അവന്റെ പമ്പിലോട്ട് വന്ന് വീണു. അവനിൽ 6000-ലധികം ഭൂതങ്ങൾ, പൈശാചിക ശക്തികൾ അവനിൽ ആവസിക്കുന്നുണ്ടായിരുന്നു. നസറേയനായ യേശു തമ്പുരാൻ അവനിലുള്ള ഭൂതത്തെ പുറത്താക്കി. അത്ഭുതകരമായ വിടുതൽ. അവൻ സുബോധമുള്ളവനായിട്ട് മാറി. അവനിൽ നിന്നും വിട്ടുപോയ പൈശാചിക ശക്തികൾ അകലെയുള്ള പന്നിക്കൂട്ടങ്ങളിലേക്ക് കയറുന്നു. ആ പന്നിക്കൂട്ടങ്ങൾ തടാകത്തിലേക്ക് ഒന്ന് വീർപ്പുമുട്ടിച്ചാകുന്നു. അതിനുശേഷം ആ പൈശാചിക ശക്തി മനുഷ്യരിലേക്ക് കയറിയിട്ട് ആ മനുഷ്യരെല്ലാം കൂട്ടത്തോടെ കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സുവിശേഷം ഇവിടെ വേണ്ട. യേശു സ്റ്റാൻഡ് വിട്ടു പോകണം, യേശു ഏറിയ വിട്ടു പോകണം, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. ആ പാപം പിടിച്ചവൻ രക്ഷപ്പെട്ടതല്ല നാട്ടുകാരുടെ വിഷയം. അവനിന്ന് നഗ്നനായിട്ടല്ല, ഇന്ന് അവൻ സുബോധം ബാധിച്ചവനായി, അവൻ്റെ വീട്ടിൽ ചെല്ലുന്നവനായി, അവൻ്റെ മാതാപിതാക്കളെ കാണുന്നവനായി, നാട്ടിലുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നവനായി. കണ്ടിട്ട് നാട്ടുകാരുടെ ഉള്ളിലത്തെ അസൂയ പിശാചി കയറിയിട്ട് അവനോട് പറയുക, അവൻ്റെ വിടുതലൊന്നും അല്ല അവന് വിഷയം. യേശു നാട് വിട്ടുപോകണം, യേശു വിട്ടുപോകണം, യേശു ഇന്ത്യ വിട്ടുപോകണം, യേശു ഏറിയ വിട്ടുപോകണം. യേശു വിട്ടുപോകണോ പോകണ്ടോ എന്നുള്ള കാര്യം അത് യേശുവാ തീരുമാനിക്കുന്നത്. ഹൂ ഈസ് ജീസസ്? യേശു ആരായിരുന്നു? ഞാൻ യേശുവിനെ പറ്റി ചിന്തിച്ചത് സാധാരണ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യനാണെന്ന് മാത്രമായി. വേദപുസ്തകം ആഴമായി പഠിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ആമേൻ ആമേൻ, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. ഭയങ്കര പേടിച്ചു ഞാൻ. അബ്രഹാം എന്ന 4000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് യേശുവിടെ പ്രസ്താവിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിനക്ക് ഇത്ര വയസ്സല്ലേ ആയുള്ളൂ. സ്തോത്രം. പഴയ നിയമ ഇസ്രായേലെ യാത്ര ചെയ്തപ്പോൾ അവരോടൊപ്പം സഞ്ചരിച്ച് ആ വലിയവനായ സാന്നിധ്യം അവരെ അനുഗമിച്ച ആ പാറ ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയുടെ സന്തതി, പുറപ്പാട് പുസ്തകത്തിലെ പെസക കുഞ്ഞാട്, സംഖ്യാ പുസ്തകത്തിലെ അടിക്കപ്പെട്ട പാറ, ലേവ്യ പുസ്തകത്തിലെ പാപപരിഹാര ബലി, അവസാന പുസ്തകത്തിലെ വരുവാനുള്ള പ്രവാചകൻ, യോശുവയുടെ പുസ്തകത്തിലെ യുദ്ധവീരൻ, മത്തായിയുടെ സുവിശേഷത്തിലെ രാജാവ്, മർക്കോസിന്റെ സുവിശേഷത്തിലെ എളിയദാസൻ, ലൂക്കോസിന്റെ സുവിശേഷത്തിലെ മനുഷ്യപുത്രൻ, യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൈവപുത്രൻ. ഇവരൊക്കെ ആരാ? ഇതെല്ലാം ഒരാള് തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി അദൃശ്യനായ ദൈവത്തിന്റെ ആ ദൃശ്യരൂപമായി ഭൂലോകത്തിലേക്ക് അവതരിച്ചവനാണ് യേശു ക്രിസ്തു. ഞാൻ ആലോചിക്കായിരുന്നു, യഹൂദന്മാരെന്നാ മണ്ടന്മാരാ. 3.5 കൊല്ലക്കാലം അവരുടെ ഉടയവനായ കർത്താവ് അവരോടൊപ്പം സഞ്ചരിച്ചിട്ട് ഒരുത്തന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിക്കോദിമോസിന് കാര്യം മനസ്സിലായെങ്കിലും നാണക്കേട് കൊണ്ടും യഹൂദന്മാരെ പേടിച്ചിട്ടും രാത്രി വന്ന യേശുവിനെ കണ്ടത്. ചിലർ ഒളിച്ചും പാത്തും ഒക്കെ പ്രാർത്ഥിക്ക് വരും. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും ഏറ്റുപറയും. ഗോപിനാഥൻ യേശുവിനെ അനുഭവിച്ച ശേഷം ആ സമാധാനം അനുഭവിച്ച ശേഷം ഒളിച്ചു കളിക്കുകയല്ലായിരുന്നു. പരസ്യമായിട്ട് ഞാൻ യേശുവിനെ വിടുവിച്ചെന്ന് സാക്ഷി പറഞ്ഞു. എൻ്റെ കുടുംബത്തിലെ 21-ലധികം ആൾക്കാർ ആ സുവിശേഷം കേട്ടു. എൻ്റെ ജാതികൾ ആ സാക്ഷ്യം കേട്ടു. എൻ്റെ മാറ്റങ്ങൾ അവർ വിലയിരുത്തി. അവരിൽ 21-ലധികം ആൾക്കാർ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പല മേഖലയിൽ രക്ഷിക്കപ്പെട്ട് അവർ സ്നാനപ്പെട്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം, ഞാൻ മതപരിവർത്തനം ചെയ്യാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരാനും ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളിലുള്ള മാറ്റം അനേകർക്ക് വലിയ മാറ്റം വരുത്തുവാൻ സാധിക്കും. ഇന്ന് രാത്രി മാറ്റം വരുത്തുന്നവൻ ദൈവത്തിന് സ്തോത്രം ഈ രാത്രിയിൽ നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. യേശു ഭൂതഗ്രസ്തനെ മാനസികമായിട്ട് ഒരു മനുഷ്യന് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും. അവൻ്റെ മാനസിക സമനിലയെ തെറ്റിച്ച ആ ശക്തിയിൽ നിന്നും യേശുവിനെ വിടുവിച്ചു. അവൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വന്ന് ഇങ്ങനെ ഇരുന്നു. കണ്ടോ, വിടുതൽ കിട്ടിയവർ യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കത്തുള്ളൂ. അല്ലാത്തവൻ മൊബൈൽ പ്രാർത്ഥന നടക്കുമ്പോഴും ഈ യോഗം നടക്കുമ്പോഴും എല്ലാം മൊബൈലിൻ്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലും മറ്റു ചിലത്തും കഞ്ചാവടിച്ചും ചരസടിച്ചും മയക്കുമരുന്നടിച്ചും കുത്തിയിരിക്കുമ്പോൾ വിടുതൽ പ്രാപിച്ചവൻ എവിടെ കാണും? അവൻ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് പാവം പിടിച്ചോണ്ടിട്ട് ചോദ്യം ചോദിച്ചു, സഹോദരങ്ങളെ എങ്ങനെയാ ചോദിച്ചെന്നറിയാമോ? എന്നെയും കൂടെ കൊണ്ടുപോകാമോ? ഞാനും കൂടെ വരട്ടെ. എത്ര സന്തോഷം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നെയും കൂടെ കൊണ്ടുപോകാമോ? ഞാനിവിടെ കൂട്ടത്തിൽ അങ്ങയുടെ കൂടെ വന്നോട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാം മറന്നിട്ട് എല്ലാം വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ടും പോകുന്നില്ല, എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ അങ്ങയുടെ കൂടെ വന്നോട്ടെ. എന്തരം ഒരു നല്ല മനസ്സാണ്. ആളും പേരും അഡ്രസ്സും ഇല്ലാത്ത ആ മനുഷ്യ സഹോദരൻ കിട്ടിയെന്നറിയാവോ? പ്രൈസ്. യേശു പറഞ്ഞു, വേണ്ട, നീ നിന്റെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയി ദൈവം നിനക്ക് ചെയ്തതൊക്കെയും നീ അവിടെ പോയി പറയണമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. നിന്റെ വീട്ടുകാർ നിന്നെ പുറത്താക്കിയതല്ലേ, പട്ടണത്തിൽ നിന്ന് ഓടിച്ചതല്ലേ, നീ അങ്ങോട്ട് പോകണം, അവിടെ ചെന്ന് നീ പറയണമെന്ന് പറഞ്ഞു.
പറഞ്ഞു. അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് പള്ളിപ്രമാണിയായ ക്രിസ്പോസ്, അവിടെ എവിടെ പള്ളിയില്ലാത്ത സ്ഥലങ്ങളാവുള്ള, അവിടെ ഭയങ്കര ഒരു പള്ളി ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ പള്ളി. ആ പള്ളിക്കകത്ത്, അതിൻ്റെ അകത്ത് പള്ളിക്കകത്ത് ഭൂതത്തെ വെച്ച് അവർ ആരാധിക്കുന്നത്. അവരുടെ പള്ളിയിൽ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. നട്ടലിനെ കെട്ടി ഭൂതത്താൽ ബന്ധിക്കപ്പെട്ടൊരു അമ്മാമ്മയുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒത്തിരി ആൾക്കാർ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ ആ യാത്ര അങ്ങോട്ട് വന്നപ്പോൾ പള്ളിപ്രമാണിയായ ക്രിസ്പോസ് യേശുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാനും നീയും ഈ യുഗത്തിലിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇന്ന് രാത്രി ആദ്യമായിട്ടായിരിക്കാം ഈ കമ്മ്യൂണിക്കേഷൻ നിനക്ക് ലഭിക്കുന്നത്. ഇത് നിന്റെ കുടുംബത്തിനും ജീവിതത്തിനും നിന്റെ ആത്മാവിന് സ്വർഗത്തിലേക്കുള്ള വഴിത്തിരിവായി മാറുവാൻ ദൈവാത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവന്റെ ആ യാത്രയിൽ ക്രിസ്തുസ് പള്ളി പ്രമാണിയാണെങ്കിലും അവന്റെ വീട്ടിൽ 12 വയസ്സുള്ള ഏകജാതയായ മകൾ മരണത്തോട് മല്ലടിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടാണ് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നത്. പള്ളിക്കകത്ത് യേശുവും പള്ളി വിട്ട യേശു പള്ളി വിട്ടോ? യേശു പള്ളി വിട്ടു. 40 ദിവസം യേശു ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. നസ്രത്തിലെ പള്ളിയിലേക്കാണ് യേശു ആദ്യമായി പ്രസംഗിക്കാൻ ഉദ്ഘാടന പ്രസംഗമായിട്ട് കടന്നുപോയത്. നസ്രത്തിലെ പള്ളിയിൽ 2002 ഞാൻ ഇസ്രായേൽ രാഷ്ട്രം സന്ദർശിക്കുമ്പോൾ പ്രത്യേകം യഹൂദന്മാരുടെ ക്ഷണപ്രകാരം ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിൽ യോഗങ്ങൾ നടത്തുകയും 4 ഇസ്രായേലികളെ യോർദാനിൽ സ്നാനപ്പെടുത്തുകയും ഇസ്രായേലിൽ കർമ്മേൽ കൊടുമുടിക്കും നസ്രത്തിന് ഇടയ്ക്കുള്ള സ്ഥലത്ത് ഒരു സഭയുണ്ടാക്കുകയും റോയൽ ക്രിസ്ത്യൻ മിനിസ്ട്രീസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നതായ ഒരു വലിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ഞാൻ 1 മാസക്കാലം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്നെ മലയാളികൾ ആരും ഇവിടെ എന്നെ കൊണ്ടുപോയില്ല. ആ ഒരു മലയാളിയെ കണ്ടിട്ടുമില്ല. എന്നെ കൊണ്ടുപോയത് യഹൂദന്മാരിൽ നിന്നും അറബികളിൽ നിന്നുള്ളവരാണ്. ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഒരാള് ഞങ്ങളെ 2 കൂട്ടരെയും കാണുന്നുണ്ടായിരുന്നു. അത് അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ള കർത്താവാണ്. ഇന്ന് രാത്രി നിന്നെ ആരും കാണുന്നില്ലെങ്കിലും, അവർ കാണുന്നില്ലെങ്കിലും, ചേട്ടന്മാർ കാണുന്നില്ലെങ്കിലും, നിന്റെ ബന്ധുക്കൾ അമേരിക്കക്കാർ കാണുന്നില്ലെങ്കിലും, ഗൾഫിലുള്ള നിന്റെ കുഞ്ഞുങ്ങൾ കാണുന്നില്ലെങ്കിലും, സത്യവേദകത്തിന് വേണ്ടി സത്യദൈവത്തെ ആരാധിച്ച കുഞ്ഞ്, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം അവരോട് സംസാരിച്ചു, ആ യഹൂദനോട് സംസാരിച്ചു. ഇന്ത്യയിലെ ഈ മിഷണറി ആയിരിക്കുന്ന ഈ വ്യക്തിയെ നീ എൻ്റെ ചർച്ചിൽ കൊണ്ടുവരണം. നസ്രത്തിലെ യഹൂദന്മാരുടെ ചർച്ചിൽ കൊണ്ടുവന്നു. ആ യാത്രയിൽ യോപ്പ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങുമ്പോൾ 2 യഹൂദന്മാർ എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ കണ്ടുപിടിക്കുന്നു. എൻ്റെ ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? എനിക്ക് നല്ല കുലമഹിമയുണ്ടോ? എനിക്ക് നല്ല ഡിഗ്രി ഉണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? ഇംഗ്ലീഷ് എന്നാ ഇംഗ്ലീഷ്? എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് അന്ന് ഹൗ ആർ യു, പ്ലീസ് ഹെൽപ്പ് മീ, താങ്ക് യു വെരി മച്ച്, ഐ ആം വെരി ഹംഗ്രി, ഈ ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ പ്രവചന ശബ്ദം മുമ്പിലുണ്ടെങ്കിൽ ആ ശബ്ദം സകല പോരായ്മയും നികത്തി തരും. പ്രൈസ് ദി ലോർഡ്. 41 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലും വിട്ട് സുവിശേഷം അറിയിക്കുമെന്ന് പറഞ്ഞ ആ ശബ്ദത്തിന്റെ അകത്ത് ആവശ്യമായ ഭാഷയും കൃപയും വരദാനവും നന്മയും വ്യക്തികളോട് സംസാരിക്കാനുള്ള കഴിവും ബിലയാമിന്റെ കഴുതിയെ കൊണ്ട് പ്രവചിപ്പിച്ച ഒരു ദൈവം തന്നെയാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് 1 മാസത്തോളം നടന്നു. എൻ്റെ കണ്ണു തള്ളിപ്പോയി, ഞാൻ നിറന്നുപോയി. ദൈവമേ, ഇതൊക്കെ സ്വപ്നമാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മനുഷ്യൻ്റെ വാക്ക് കേട്ടും നാട്ടുകാരുടെ വാക്ക് കേട്ടും സാത്താൻ്റെ ആലോചന കേട്ടും പോകാതെ ഇന്ന് രാത്രി ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഒരു ഉറച്ച തീരുമാനം. പഴഞ്ചൻ വിശ്വാസം എടുത്തു കളയണം. മറ്റാരെ നീ നോക്കരുത്, ഞാനോ ദൈവത്തെങ്കിലേക്ക് നോക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ യാത്രയിലും എൻ്റെ സഞ്ചാരപാതയിലും ഒക്കെയും ആ സാന്നിധ്യം നിറഞ്ഞ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പോലെ, എൻ്റെ വാഹനത്തിൽ വന്നിരിക്കുന്നത് പോലെ, എൻ്റെ കൈ പിടിക്കുന്നത് പോലെ, ഞാൻ ഏതെങ്കിലും ബെഡ്ഷീറ്റിൽ ഭാരപ്പെട്ടാൽ അമ്മരെ എന്നെ ആശ്വസിപ്പിക്കും. പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു നല്ല ഭക്ഷണം കഴിക്കണം തോന്നുക, 2 മണിക്കൂറിന് ആ ഭക്ഷണം തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താഗ്രഹം വേണ്ടത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. ഇന്ന് രാത്രി നീ അവന് ദൈവത്തിന് വേണ്ടി കുഞ്ഞെ നീ സംസാരിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. നാട്ടുകാർക്ക് വേണ്ടിയും ലോകക്കാർക്ക് വേണ്ടിയും പാപികൾക്കും വേണ്ടി നീ സംസാരിച്ചാൽ ഒരുത്തം പോലും നിനക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയത്തില്ല. എന്നാൽ എൻ്റെ യേശുവിന് വേണ്ടി ഒരു വാക്കെങ്കിലും നീ തെരുവോരത്തോ ആശുപത്രിയിൽ തന്നെയോ ജയിൽ മിനിസ്ട്രിയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ദൈവം സുവിശേഷം നിമിത്തം ആർക്കും കിടക്കാരനല്ല. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അതാണ് അത്ഭുതകരമായ ഒരു മാറ്റം എന്ന് പറയുന്നത്. അങ്ങ് പള്ളിപ്രമാണിയായ ക്രിസ്പോസ് പള്ളിയുടെ പ്രമാണിയാണ്. അവൻ വന്നിട്ട് യേശുവിൻ്റെ ഒരിക്കൽ മുട്ടുകുത്തി ഈ കാര്യം പറഞ്ഞു. എന്നാൽ കർത്താവ് എന്നാ പറഞ്ഞു? പോകാൻ തുടങ്ങുമ്പോൾ അമ്മൊരു രക്തസ്രാവക്കാരത്തി സ്ത്രീ, പ്രൈസ് ദി ലോർഡ്, കുട്ടിയുടെ ആത്മാവിന്റെ വിടുതൽ നടക്കേണ്ട സ്ഥാനത്താണ് മറ്റൊരു സ്ത്രീയുടെ ശാരീരിക വിടുതലിന് ഇടയ്ക്ക് വന്ന് കയറി. അപ്പോൾ ഇത് മിക്സിംഗ് ആയിപ്പോയി.
യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകേണ്ട യേശു ആ പോക്ക് ഇച്ചിരി താമസിച്ചു പോയി. അതിൻ്റെ ഇടയ്ക്ക് രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ, അതൊരു ശാരീരികമായി വിടുതല, ഭൂതഗ്രസ്തന്റെ മാനസികമായി വിടുതൽ. അത് കാട്ടിൽ വെച്ച് നടന്നതാണ്. രണ്ടാമത്തെ നാട്ടിൽ വെച്ച് നടക്കാൻ പോകുന്ന ഒരു ശാരീരികമായി വിടുതല. 12 വർഷക്കാലമായി ബ്ലീഡിംഗ് എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും സ്ത്രീകൾക്ക് നിന്നായിരിക്കുന്ന ഒരു രോഗമാണ് ബ്ലീഡിങ്. ആ രക്തസ്രാവം, ആ വൃത്തികെട്ട വൃത്തിഹീനമായ ആ രോഗത്തെ യേശുവിടെ സൗഖ്യമാക്കാൻ പോവുകയാണ് കേട്ടോ. പബ്ലിക്കിൽ വെച്ച്, രഹസ്യമായിട്ടല്ല, പബ്ലിക്കായിട്ട്. അവൾ ഒരു രക്തസ്രാവക്കാരത്തിയെ തൊടുന്നവനല്ല അശുദ്ധനായിരിക്കണം. ലേവ്യ പുസ്തകത്തിലെ പ്രമാണമാണ്. രക്തസ്രാവക്കാരത്തിയെ തൊടുന്നവൻ അശുദ്ധനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവനെ തൊട്ടാൽ തൊടുന്നവർ ശുദ്ധരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നോക്കണം, എത്ര പ്രാകൃതമായ ഒരു പ്രമാണമായിരുന്നു, ന്യായപ്രമാണം. ഒരുത്തൻ അടിച്ചാൽ മറ്റവൻ തിരിച്ചു അടിക്കണം. അവന്റെ ഒരു പല്ലടിച്ചാൽ അവനടിച്ച് ഇങ്ങേ പല്ല് കളയണം. എത്രയും ക്രൂരമായൊരു നിയമമായിരുന്നു ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ ശത്രുത്തിൽ നിന്നും കൃപയുടെ പ്രമാണം നിത്യസ്നേഹത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രി വൈരാഗ്യവും പിണക്കവും വിദ്വേഷവും പകരം വീട്ടാനുള്ള ആർജവും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവികമല്ല മക്കളെ, അത് യേശു ക്രിസ്തുവിന്റെ ആത്മാവിലുള്ളതല്ല, അത് ലോകപ്രകാരമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും കൊള്ളാം, ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ആ സഹോദരി വന്ന് തൊടുന്നു. ആ സെക്കൻഡിൽ തന്നെ യേശുവിന്റെ ശരീരത്തിൽ നിന്നും പവർ പുറപ്പെട്ടു, റേഡിയേഷൻ. പക്ഷെ ആനപ്പെട്ട ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങളുടെ ദേഹത്ത് ഇമ വാഴപ്പിണ്ടി പോലൊരു ശരീരമല്ല, ഈ ശരീരത്തിന്മേൽ ഒരു റേഡിയേഷൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ബാറ്ററി കയ്യിലിടുന്ന് നോക്കി, അതിന് കറണ്ട് ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ അടിക്കത്തില്ല. പക്ഷേ ലൈറ്റിൻ്റെ അകത്തിട്ട് ആ സ്വിച്ച് ഞെക്കി നോക്കി, ഇവിടെ ഞെക്കിയാൽ അപ്പുറം അതിൻ്റെ വെട്ടം ചെല്ലും. ഇന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു റേഡിയേഷൻ ദൈവം തന്നിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാവോ? ആ വിചാരത്തിനും ക്ഷുദ്രശക്തിക്കും പൈശാചിക ശക്തികൾക്കും തീരാവ്യാധികൾക്കും മാരക രോഗികൾക്കും കനത്ത തിരിച്ചടി കൊടുക്കുവാൻ ഈ ശക്തി മതിയായതാണ്. അതുകൊണ്ടാണ് കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടുവാൻ പറയുന്നത്. അത്യന്ത ശക്തി കുറയുമ്പോൾ ഭാരം ഹൃദയത്തിൽ കയറും, രോഗം ശരീരത്തിൽ കയറും, മാനസികമായി തളർച്ചയുണ്ടാവും, അവിശ്വാസത്തിന്റെ വിഷവിത്തുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് ശക്തി പ്രാപിക്കണം. അതുകൊണ്ട് യഹൂദന്മാരോട് അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. ഈ ദിവസങ്ങളിൽ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹെലികോപ്റ്റർ മേലോട്ട് പൊങ്ങത്തുള്ളൂ. കാഹളം മുഴങ്ങുമ്പോൾ ഞാനും നിങ്ങളും ഉയരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദൈവശക്തിയാലാണ് നമുക്ക് രൂപാന്തരം സംഭവിക്കുന്നത്. അതുകൊണ്ട് എവിടെയാണ് നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടത്, ദർശനം നഷ്ടപ്പെട്ടത്, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത്? ഏത് വിഷയത്തിലാണ് നീ ഒരു ശാപ്പാട് രാമനായിട്ട് മാറിയത്? അതിൻ്റെ അകത്തെല്ലാം ഒരു മടങ്ങി വരവ്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചു പറയാം, മടങ്ങി വരണം. നമ്മളിൽ ഒരുത്തൻ പോലും ഇവിടെ കാഹളം കേട്ട് കഴിഞ്ഞ ശേഷം ഇവിടെ കാണരുത്. എല്ലാവരും അവിടെ തന്നെ കാണണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അവൾ എങ്ങനെയാ? വിറച്ചും കൊണ്ട് യേശുവിന്റെ മുമ്പിൽ വന്നു. നീ ഒളിച്ചു നിന്ന് ഈ വചനം കേട്ട് ഒരു വിടുതലിന് വേണ്ടി നീ വിശ്വാസത്തോടെ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അതിന്റെ വിടുതലുമായി താമസം വിന യേശുവിന്റെ മുമ്പിൽ നീ വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി യേശുവിന്റെ മുമ്പിൽ വിറച്ചും കൊണ്ട് വന്നു. എന്നെ ഒരാൾ തൊട്ടു. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞില്ല എന്നെ ഒരാൾ തൊട്ടു. തൊട്ടവളെ കുറിച്ച് പറഞ്ഞല്ലോ, അറിയാൻ മേലഞ്ഞിട്ടല്ല. ആരാ തൊട്ടത് ആ ആള് തന്നെ പറയുവോ എന്നറിയാനായിട്ടാണ്. അവൾ മറിഞ്ഞിരിക്കുന്നില്ല, നമുക്ക് മനസ്സിലായി. കഴിഞ്ഞ 7 വർഷക്കാലമായി നീ സുവിശേഷം ശക്തമായിട്ട് അമ്പ് ഭക്ഷണം, കോഴി നേർച്ച, റീത്ത് മത്സരം, വെടിക്കെട്ട്, വാണം, പൂക്കൂറ്റി, 16 അടിയന്തര, 8 നോയിമ്പ്, ശ്രാദ്ധം, വചനവിരുദ്ധമായ സകല കാര്യങ്ങളുടെ നടുവിലൂടെ നീ സഞ്ചരിച്ച് തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും തുടരുന്നുവെങ്കിൽ ഒരു കാര്യം നീ ഓർത്തുകൊള്ളണം, ഇന്ന് രാത്രി നിനക്കൊരു പക്ഷേ ഇത് അവസാനത്തെ സന്ദേശമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക ചെയ്യും. അവൾ വിറച്ചും കൊണ്ട് യേശുവിന്റെ മുമ്പിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. നീ മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഇനി ഒളിച്ചുകളി അങ്ങ് അവസാനിപ്പിക്കണം. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഒളിച്ചു കളിക്കരുത്, മറഞ്ഞു നിൽക്കരുത്. നീ വെളിപ്പെട്ട് വന്നേ പറ്റത്തുള്ളൂ. ആദാമേ നീ എവിടെ? പ്രൈസ് ദി ലോർഡ്. ഏതനില്ല ശബ്ദം മുഴങ്ങി, അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങി. നീ എന്തിനാണ് ഒളിച്ചു നിന്നത്? നീ എന്തിനാണ് പാത്തു നിന്നത്? നീ എന്തിനാണ് മറഞ്ഞു നിന്നത്? ഞാൻ ഇന്നലെ നിന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞ പഴം നീ കഴിച്ചോ? പ്രൈസ് ഗോഡ്. ഒളിച്ചുകളിയുടെ പ്രധാനപ്പെട്ട കാര്യം, ആൾമാറാട്ടത്തിന്റെ രഹസ്യം, മാറി നടക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, ദൈവം പറഞ്ഞ കാര്യത്തിൽ നിന്നും വ്യതിചലിച്ചു, വ്യത്യാസം വരുത്തി. അതുകൊണ്ടാണ് പലരും ഒളിച്ചു കളക്കുന്നത്. ക്രിസ്തീയ ജീവിതം വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ മറിഞ്ഞിരിക്കാനുള്ളവരല്ല, ഒളിച്ചു കളിക്കാനുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. അത് മലമേൽ പണിതിരിക്കുന്ന പട്ടണം പോലെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നീ കർത്താവിന് വേണ്ടി നിൽക്കേണ്ട ഒരു ദൈവഭക്തനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് വീണു. അത് ശാരീരികമായി വിടുതല. അത് പബ്ലിക്കിൽ വെച്ചുണ്ടായി വിടുതല, ശാരീരികമായി വിടുതൽ. അതിന് വലിയ പന്തലിട്ടില്ല, പോഷസ്വരമില്ലായിരുന്നു, പബ്ലിക്കൊന്നും ഇല്ലായിരുന്നു, പാസ്റ്റർമാരാരും ഇല്ലായിരുന്നു. വ്യക്തിപരമായിട്ടാണ് ഓരോരുത്തർ അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നത്.
സ്വോത്രം. മുഴുവൻ പാസ്റ്റർമാരുടെ കയ്യിലും വിശ്വാസങ്ങളെങ്കിലും കൊടുത്ത് വിടുതൽ കിട്ടി. അവർ നല്ല പ്ലാനോ സമർപ്പിക്കാനോ ഒന്നും തയ്യാറാകാതെ മറ്റുള്ളവർ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടാൻ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്. പക്ഷേ കർത്താവ് വരുമ്പോൾ ഞങ്ങളങ്ങ് പോകും. പിന്നെ നിനക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ദൈവത്തിന് സ്തോത്രം. അവളുടെ വിഷയം അവൾ തന്നെയാണ് അറിയിച്ചത്. കനാന്യ സ്ത്രീയുടെ വിഷയം അവൾ തന്നെയാണ് അറിയിച്ചത്. ഭൂതഗ്രസ്തനാണ് പറഞ്ഞത്, ഞാനും നിന്റെ കൂടെ വരട്ടെ. ഈ സമയത്തൊരു സംഭവം ഉണ്ടായി. യായിറോസിന്റെ ഭവനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരൻ ഓടി വന്നിട്ട് വലതുവശ യേശു, ഇടതുവശ യായിറോസ് നടുക്കോട്ട് വന്ന് പറഞ്ഞു, ഗുരുവിനെ പ്രയാസപ്പെടുത്തരുത്, കുട്ടി മരിച്ചുപോയി, ഇനി യേശു വന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഗുണപ്പെടാത്തവന്റെ വാക്ക് യേശു ശ്രദ്ധിച്ചേ ഇല്ലെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പള്ളിപ്രമാണി എന്നെ അടുത്ത് ഇങ്ങനെ എഴുതിക്ക്, അവൻ്റെ മുഖം എല്ലാം ക്ഷീണിച്ച് കരയണമെന്നുണ്ടെങ്കിൽ കരയുന്നത്. അവൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഞാൻ ഈ മനുഷ്യനോട് കൊച്ചസുഖമായിട്ട് കടന്നപ്പോഴേ വന്ന് പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്ക് ആ രക്തസ്രാവക്കാരത്തിന് പുറകെ അവളെ സൗഖ്യമാക്കാൻ പോയി, അതുകൊണ്ട് എൻ്റെ കൊച്ചു പോയി, അവൾക്ക് വിടുതൽ കിട്ടി, വാടാ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പോകുകയല്ലേ ചെയ്തത്. സ്തോത്രം. യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പോയി. പ്രൈസ് ദി ലോർഡ്. 12 അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും ഒരു വലിയ സമൂഹം എല്ലാം കൂടെ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുക. അവിടെ ചെന്നപ്പോൾ ആൾക്കാരെ കൊണ്ട് പള്ളി പ്രമാണിയല്ലേ, പള്ളിയിലെ കമ്മിറ്റിക്കാരെ, പ്രമാണിമാര്, വെടിക്കെട്ടുകാരനെ, അന്നത്തെ വെടിക്കെട്ടുകാരനെ, എഴുന്നള്ളത്തുകാരനെ, പടക്കം, ഇവന്മാരെല്ലാം അവിടെ കാണും. ഇവരെല്ലാം ഒത്തിരി പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രമാണിയുടെ കൊച്ചല്ലേ മരിച്ചു കിടക്കുന്നത്. ഉടനെ യേശു എന്ന് ചോദിച്ചു, കുട്ടി എവിടെയാണ് കിടക്കുന്നത്? അകത്തെ മുറിയിലാണെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പം 12 അപ്പോസ്തലന്മാര് അവരെല്ലാം ഈ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണല്ലോ, പല പ്രധാനപ്പെട്ട വ്യക്തികളാണല്ലോ അവരങ്ങോട്ട് ചെന്നു. സ്വോത്രം. ഇതിൻ്റെ ഇടയ്ക്കും ഭിന്നതയുണ്ട്. ഇവരിൽ ആരാകുന്നു വലിയവൻ എന്നുള്ളൊരു വാദം 4 ദിവസം കഴിഞ്ഞ് ഒരു പ്രശ്നം കഴിഞ്ഞിരിക്കുക. അത് യേശു ഇടപെട്ട ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിരിക്കുക. ആ പ്രശ്നം ഉണ്ടാക്കിയ ഒരു തള്ളയായിരുന്നു. സബദിപുത്രന്മാരുടെ അമ്മ, അവരുടെ മക്കൾ രണ്ടും യേശുവിൻ്റെ വലതും ഇരിക്കണം, മറ്റവന്മാരെങ്ങും വെറുതെ ഇരിക്കണമെന്ന് പറയണം. നോക്കിക്കോണം ഓരോ സഭയ്ക്കകത്ത് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ ഓരോ സഹോദരിമാരുടെ ദേഹത്ത് വ്യായി കയറുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമാക്കി വെച്ചവർ സഭയെ നടത്തണം. പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചവർ ആ ദൂത് ഏറ്റെടുത്ത് മുമ്പോട്ട് കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. ആ സഭയ്ക്കകത്ത് നീ മുഖാന്തരം ഒരു ഭിന്നത ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അടച്ച കഥ യേശുവിൻ്റെ മുമ്പിൽ തുറന്നു. യേശു അകത്തോട്ട് കയറി. പത്രോസും യാക്കോബ് കയറി, പത്രോസ് കയറി, യോഹന്നാൻ കയറി, ആന്ത്രയോസ് കയറാൻ തുടങ്ങിയപ്പം യേശു പറഞ്ഞു, അവരെ 9 പേര് അവിടെ നിൽക്കട്ടെ, മുറിക്കകത്ത് ഇടയില്ലാഞ്ഞിട്ടല്ല, അവരവിടെ നിൽക്കട്ടെ. ഈ കുട്ടിയുടെ അപ്പനും അമ്മയും ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടല്ലോ, അവരെ കൂടെ അകത്തോട്ട് കയറ്റാൻ പറഞ്ഞു. അപ്പം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, കുട്ടിയുടെ ബാലയുടെ മാതാപിതാക്കളെ 5 അംഗ സംഘത്തെ യേശുവും കൂടെ അകത്ത് കയറ്റി. അവിടെ ചെന്നപ്പോഴത്തേന് കുറച്ച് നിലവിളിക്കുന്നവരെയും കരയുന്നവരെയും വിലപിക്കുന്നവരെയും എല്ലാം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിക്കിടക്കുക അത്രേ. ഉടനെ അവരോ അവനെ പരിഹസിച്ചു. സ്തോത്രം. ഒരു വലിയ പ്രവൃത്തിയുടെ തുടക്കമെന്ന് പറയുന്നത് ഒരു വലിയ നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലൊക്കെ ആയിരിക്കും. അവൻ്റെ അവസാനം വന്നു കഴിയുമ്പോൾ ഇവർ തന്നെ പറയും, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടൊന്നും പറഞ്ഞതല്ല, അറിയാതെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പൗലോസ് കുറച്ച് പിറകെ തീയിലിട്ടപ്പോൾ അണലി പുറത്ത് വന്നു. ഉടനെ അവിടെയുള്ള പൊതുജനം എല്ലാം കൂടെ കൂടി പറഞ്ഞു, ഈ മനുഷ്യൻ കൊലപാതകനാണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അണലി കയറി ചുറ്റുമോ? പൗലോസ് അതിനെ ഈസിയായിട്ട് പിറകിൻ്റെ അകത്ത് വെച്ച് കത്തിച്ച് ചാരവാക്കി കളഞ്ഞു കഴിയുമ്പോൾ പറയുക, അയ്യോ നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയി, ഇതങ്ങനെയുള്ളൊരു വിഷയമല്ലായിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ലായിരുന്നു. ആരെക്കുറിച്ചാണെങ്കിലും എന്താണെങ്കിലും ചുമ്മാ പെട്ടെന്ന് ചാടിക്കേറി പറയരുത്. അതിൻ്റെ പിന്നിൽ ആ വ്യക്തികളെ കുറിച്ചുള്ളതായ വ്യക്തമായ നിലപാട് ദൈവികമായി മനസ്സിലാക്കിയിട്ടേ പറയാവൂ. അല്ലാതെ ഫോണിൽ കിട്ടി, വാട്സപ്പിലൊക്കെ കിട്ടി, ആരുടെ ചെവിയിൽ കൂടെ പറഞ്ഞു തന്നു, കുഞ്ഞാനാമ വഴി വെച്ച മോളിക്കുട്ടിയോട് പറഞ്ഞു, മോളിക്കുട്ടി ശാന്തയോട് പറഞ്ഞു, ശാന്ത ആരാനോട് പറഞ്ഞു, അതങ്ങ് പള്ളി കൊണ്ട് പറഞ്ഞു, എവിടെ പറയേണ്ട കാര്യമില്ല. ദൈവക്ക് വ്യക്തമായ നിലയിൽ നിന്റെ ദൈവിക ബന്ധത്തിൽ ആ കാര്യം വ്യക്തമായിട്ട് അറിയണം. ആരെങ്കിലും കണ്ടതും കേട്ടതും പറഞ്ഞുകൊണ്ട് നടക്കാൻ യേശു പോകത്തില്ല. സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നതെന്നാൽ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരെ, ദൈവമക്കളെ, നമുക്ക് എന്തെങ്കിലും ജനത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ, നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ ഇത് കർത്താവിൽ നിന്നും മാത്രമാണ്. അകത്തേക്ക് കയറി 9 പേര് പുറത്ത്, പ്രസ്ഥാനം 2ആയിട്ട് മാറുമെന്നാ തോന്നുന്നത്. ഇപ്പോൾ 3 പേരകത്ത്, 9 പേര് വെളിയിൽ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത്രയും നാൾ നീ പാട്ടും പാടി സ്തോത്രം ചെയ്ത് നടന്നിട്ട് അകത്ത് കയറിയില്ലെങ്കിൽ ഈ യേശുവിനോട് കൂടെ നീ നടന്നിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനത ഉണ്ടായതുപോലെ ഒരു നല്ല മൗനത കാണിക്കുന്നു. ഇത്രയും നാൾ നമ്മൾ ഉണർയോഗം നടത്തി, പാട്ടുപാടി, കൺവെൻഷൻ നടത്തി, സ്വോത്ര കാഴ്ച എടുത്തു, മാസയോഗം നടത്തി, മാംസയോഗം നടത്തി, ബീഫ് ആഞ്ഞു പിടിച്ചു, കാളാഞ്ചി 3 കഷ്ണം കഴിച്ചു, ചിക്കൻ ഫ്രൈ 2 നമ്മൾ ചോദിച്ചു മേടിച്ചു, ബിരിയാണി 2 പ്ലേറ്റ് കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അകത്ത് കയറിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? സ്വോത്രം.
അകത്ത് കയറണം. കർത്താവിന്റെ വരവുകൾ നമ്മൾ മൊത്തമേ എല്ലാവരും ചെല്ലേണ്ട സ്ഥാനത്ത് ചെല്ലണം. കൂട്ടത്തിൽ നടന്നിട്ട് ഒരു കൂട്ടർ ഇവിടെ ഒന്ന് വാതിലിന് പുറത്തും ഒന്ന് ഒരു കൂട്ടർ വാതിലിനകത്തുമല്ല. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു, എല്ലാവരും ഉണരുകയും. വിളക്കുള്ളവരെല്ലാം വിളക്ക് കത്തിച്ചു, വിളക്കുകൾ ആഞ്ഞു കത്തി. അതുവരെ ഡ്യൂപ്ലിക്കേറ്റ് നടന്നവരെല്ലാം എണ്ണയ്ക്ക് വേണ്ടി ഓടി നടന്നു. പ്രൈസ്. പക്ഷേ എണ്ണ വാങ്ങുവാൻ പോയ സമയത്ത് മണവാളൻ വന്നു, വാതിലടച്ചു, സാധനം പൊങ്ങി മേലോട്ടങ്ങ് പോയി. ഒരെണ്ണം ഇവിടെ വിളിക്കുക, നാഥാ. അകത്തുനിന്ന് നാഥൻ ചോദിച്ചു, ആരാ? ഞാൻ കൊല്ലക ചിന്നമ്മയാ. ഞങ്ങൾക്ക് അറിയത്തില്ലേ. സ്വത്രം. വ്യക്തമായ ശബ്ദം കേട്ട് ആ നിമിഷത്തിൽ തന്നെ നീ കൊണ്ടുവന്നതായിട്ടുള്ള കരുനാഗപ്പള്ളിയിൽ നിന്ന് മേടിച്ച പേഴ്സും അവിടുത്തെ ഷൂസും അവിടുത്തെ പേനായും നിന്റെ കയ്യിലിരിക്കുന്ന സകല സാധനങ്ങളും, നീ മേടിച്ച ഡ്രസ്സും കല്യാൺസിൽ നിന്ന് മേടിച്ച എല്ലാ തുണിത്തരങ്ങളും ഫെഡറൽ ബാങ്ക് ഇട്ടിരിക്കുന്ന കാശും കംപ്ലീറ്റ് ഇട്ടിട്ട് ഏതൻ പർദീസയിൽ നീ എങ്ങനായിരുന്നോ ആ കണ്ടീഷനിലായിരിക്കും കാഹളം കേൾക്കുമ്പോൾ ആദ്യം നീ ആകുന്നത്. പൊങ്ങാൻ തുടങ്ങുമ്പോഴത്തേന് ഒരു തേജസിന്റെ വസ്ത്രം കൊണ്ട് നിന്നെ സ്വർഗ്ഗം അങ്ങ് ലാമിനേഷൻ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. ശുഭപണ്വസനാല് അണ്ടർടേക്കന്റെ ടീഷർട്ട് ഇട്ട് ഉമ്മാക്കിയുടെ സർപ്പത്തിന് കഴിഞ്ഞു. ഇന്നാളൊരു യോഗത്തിൽ ചെന്നപ്പോൾ ഒരു സഹോദരൻ പാട്ട് പാടാൻ വന്ന് അവന്റെ നെഞ്ചത്ത് അണ്ടർടേക്ക് എന്നും പറഞ്ഞൊരു റെസ്ലിംഗുകാരന്റെ ഫോട്ടോ അവൻ നെഞ്ചത്ത് ടീഷർട്ടേ കാണുക. ആ അണ്ടർടേക്കർ നിൽക്കുകയാണ്, ഇങ്ങനെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, കരണ്ടിയാറ് ചടയ്ക്കാൻ പോകുന്ന ഷർട്ട് ഇട്ടുകൊണ്ടോ വരുന്നവനെ ഒന്നും സ്റ്റേജിൽ കയറി കാണിക്കരുത്. കോമളി കാണിക്കാനുള്ളതല്ല. ഒരു പാട്ടെന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. സ്വർഗത്തിൽ പ്രവചനമില്ല, പ്രസംഗമില്ല, വെളിപ്പാടില്ല, ദർശനമില്ല, പ്രത്യാശയില്ല, ഒന്നും സ്വർഗത്തിലില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും വലിയതായി ഇവിടെ. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രൈസിലോ പ്രത്യാശയില്ല, വിശ്വാസം അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ആളെ കണ്ടു ചെല്ലേണ്ട സ്ഥാനത്ത് ചെന്നു, അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം പറഞ്ഞേക്കാം, നിന്നെ കണ്ടാ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ ദൈവദാസന്മാരെ എവിടെ പോയി നിന്നെന്ന് പറഞ്ഞാലും ആനക്കാരെ, ഓട്ടോറിക്ഷക്കാരെ, വണ്ടിക്കാരെ, വള്ളക്കാരെ, പബ്ലിസിറ്റിക്കാരെ, പ്രൈസ് ദി ലോർഡ്, ഈ മീൻ കച്ചവടക്കാരെ, അവരൊക്കെ ചോദിക്കും, പാസ്റ്ററാ ഇല്ലേ? അത്ര ഇവർക്ക് എങ്ങനെ ഈ വിഷയം മനസ്സിലായത് ഞങ്ങൾ പാസ്റ്ററാണെന്ന്? കുഞ്ഞ് ദൈവദാസന്മാരെ വിളിക്കുന്ന പലരും ചോദിച്ചു പാസ്റ്ററാണോ? അതെ. പോരത്തരത്ത് പറഞ്ഞു, കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോണേ. സ്തോത്രം. എന്തുകൊണ്ടാ? എങ്ങനെ തിരിച്ചറിയുന്നത്? ദൈവത്തിന് മഹത്വം. നമ്മളെ തിരിച്ചറിയാൻ, യോസേപ്പിനെ തിരിച്ചറിയാൻ ഫറവോന് സാധിച്ചു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? കണ്ടോ? സ്തോത്രം. ഇവൻ മന്ത്രവാദത്തിന് PhD എടുത്ത് ഒരു ദിവസം മന്ത്രവാദികളെ അന്ന് ചിക്കനും മട്ടനും കൊടുത്ത് പോറ്റി പുലർത്തുന്ന മിസ്രയമ്യ രാജാവായിരിക്കുന്ന മിസ്റ്റർ ഫറവോനെ, ഞങ്ങളുടെ യോസേപ്പിനെ ദൈവാത്മാവുള്ള മനുഷ്യനാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ദൈവത്തിന് സ്തോത്രം. അഭിഷേകമുള്ളവരെയും അഭിഷേകമില്ലാത്തവരെയും, കൃപയുള്ളവരെയും കൃപയില്ലാത്തവരെയും ലോകത്തിനും സാത്താനും നന്നായിട്ട് അറിയാം. യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ പരിചയമുണ്ട്. ഹു ആർ യു? മന്ത്രവാദ സേവാ പുരോഗതിന്റെ 7 മക്കൾ ദേശത്തിറങ്ങി പ്രവർത്തിച്ചു. പക്ഷെങ്കിൽ ദുരാത്മാവ് കണ്ടുപിടിച്ചു. ദൈവത്തിന് സ്തോത്രം. നിന്നിലുള്ള ദൈവാത്മാവ് ആഴത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ശാരീരിക ബലത്തിൻ്റെയും ആത്മാവിൽ മുമ്പോട്ട് നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ശരിയായ നിലയിൽ ചിട്ടയായ ജീവിതവും ശരിയായ വ്യായാമവും മനഃശുദ്ധിയോടെ കുഞ്ഞ് നീ കർത്തൃമേശ എടുത്തു കൊടുത്തേ, നിന്റെ കാശ് സത്യത്തിൽ ആശുപത്രിക്കാർ കൊണ്ടുപോകത്തില്ല. ദൈവത്തിന് ഞാൻ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. നല്ല ആരോഗ്യം കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് വരെ. നാളത്തേക്കാർ എനിക്ക് അറിഞ്ഞുകൂടാ. BP ഇല്ല, കോച്ചില്ല, കൊളുത്തില്ല, സന്ധിവേദനയില്ല, വാദമില്ല, ഒരു അസുഖവും ഇല്ല. സ്തോത്രം. ഏത് രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ ദുബൈയിലും ഷാർജയിലും ഒക്കെ ആയിരുന്നു. അവിടെ നോക്കുമ്പോൾ കാണുന്നു ഒരു വേണാട് എക്സ്പ്രസിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ വലിപ്പമുള്ള സാധനം ആ തലയുടെ മുകളിൽ കൂടെ പോകുന്നു. പ്രൈസ് ദി. ഇങ്ങനെ വിസൈറ്റ് വിടുക, ഇറാനിൽ ഇങ്ങോട്ട് വിടുന്ന സാധനമാണ്. അത് ഫുജിറയിലേക്ക് പോകുന്നു, ഇസ്രായേലിലേക്ക് പോകുന്നു, അങ്ങനെ ഖത്തറിലേക്കൊക്കെ ഈ സാധനം വിട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ UAE-യുടെ വ്യോമത്താവളത്തിൽ നിന്നും അമേരിക്കക്കാരായിട്ടൊരു സാധനം ഇങ്ങനെ കത്തിച്ചു വിട്ട് അത് പൊട്ടി പല കഷ്ണങ്ങളായി. അത് നല്ല ശോഭയാണ് കാണാനായിട്ട്. സ്തോത്രം. അവിടെയുള്ള ആൾക്കാരൊക്കെ, ചില ആൾക്കാരൊന്നും വിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, പാർഷക്ക് പേടിയൊന്നുമില്ലേ? ഇയാളത് ചുമ്മാ ഇരിക്കും. എത്ര നാളാണ് ഞാൻ ഈ കൊണ്ടുവന്ന് കാണാൻ കാത്തിരിക്കാൻ അറിയാമോ? ഇന്ന് കണ്ട നല്ല സമയത്തിനാണ് കർത്താവ് ഇവിടെ കൊണ്ടുവന്ന. പ്രൈസ് ദി ലോർഡ്. ഭാഷ ഇനി എങ്ങനെ ഭാഷ തിരിച്ചു പോകും? ഇന്നലെ രാത്രി ഉറങ്ങാൻ ഞാൻ കിടന്നുറങ്ങി. അവിടെ ദുബായ് എയർപോർട്ടിൽ സാധനം വീണതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ഡബിൾ കോട്ട് കട്ടിലാണ് ഇങ്ങനെ കിടന്ന് ഇളകി. ഭയങ്കര ശബ്ദം, അതിഭയങ്കരമായ ശബ്ദമാണ്. ആ പുകയൊക്കെ പോകുന്ന കാണണം, ആകാശത്തോടെ പോകുന്ന കാണാം. പേടിച്ചു പോയി. അതിൻ്റെ ഇരപ്പെല്ലാം കേട്ട് എനിക്കൊരു പേടിയൊന്നുമില്ല. ഞാൻ രാത്രിക്കെല്ലാം ഇറങ്ങി സാധനം കാണാനായിട്ട് ഒന്ന് നോക്കി നിൽക്കുന്നത്, കണ്ണുകൊടുക്കി ഒന്ന് കാണും. കാരണം ഇവിടെ പോയാൽ കാണാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അബുദാബി ചെല്ലുമ്പോൾ റോക്കറ്റ് നിന്റെ തലേ വീണ് നീ മുടിഞ്ഞു പോകുവടാ ഗോപിനാഥ എന്നും പറഞ്ഞല്ലേ എന്നെ ഒരു വിളിച്ചിരിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹത്തിൽ പത്രോസ് കിടക്കുമ്പോൾ 16 പട്ടാളക്കാരുടെ നടുവിൽ കിടന്നുറങ്ങിയതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, വൃത്തനായ ശേഷം ഇഷ്ടമില്ലാത്ത സ്ഥാനത്തേക്ക് നിന്റെ കരങ്ങൾ ബന്ധിച്ചു കൊണ്ടുപോകുമെന്ന് അവന്റെ മാസ്റ്റർ അവനോട് പറഞ്ഞാച്ചാ കയറിപ്പോയത്. 38-ാമത്തെ വയസ്സിൽ കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസ് അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങിയത്. പ്രൈസലോ. പെട്ടെന്നുണ്ടാകുന്നതായ പെടുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ശേഷം, അയ്യോ എന്റെ കുഞ്ഞൂട്ടി, ഞാൻ നിന്നെ കണ്ടില്ലടാ, അല്ലെ അത്ഭുതകരമായി വിടിവിച്ചെന്ന് പറഞ്ഞ ഒരു ദൈവമല്ല. നിന്നെ എപ്പം വിളിച്ചോ ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രൈസലോ. നിന്റെ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത്. ദീർഘായുസ് ദൈവത്തിന്റെ ദാനമാണ്. മക്കളെയും കൊച്ചുമക്കളെയും നീ കാണും. ഒരു അനർത്ഥം വരുന്നതിന് മുമ്പ്, ഒരു അപകടം വരുന്നതിന് മുമ്പ് ആത്മാവിൽ നടത്തപ്പെടുകയാണെങ്കിൽ കർത്താവ് ഇൻഫർമേഷൻ കിട്ടും. ഇച്ചിരി എന്നതേലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ യാത്ര അവസാനിപ്പിക്കും, അല്ലെ തടസ്സം ഉണ്ടാകും, അല്ലെ 1 മണിക്കൂർ വ്യത്യാസം വരുത്തും, അല്ലെ വണ്ടി മാറി കയറി പോകും, അല്ലെ എതിരെ എന്തെങ്കിലും സംഭവം ഉണ്ടാകും. ഉടനെ മുട്ടുകുത്തി കർത്താവേ ശത്രുവിന്റെ ബന്ധനങ്ങളെ മാറ്റണമേ, പ്രതിബന്ധങ്ങളെ മാറ്റാൻ പോകരുത്. തടസ്സം വന്നിട്ടുണ്ട്, അന്നേരം അത് അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം. ദൈവം അതിന് അനുകൂലമായി തരും. ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പൗലോസിനെ വിലക്കി. പെട്ടിയും കെട്ടി ട്രങ്ക് പെട്ടി എടുത്ത് പുസ്തകവും എടുത്ത് പുതപ്പും എടുത്ത് ആസയ്ക്ക് പോകാൻ തുടങ്ങിയ ഒരു പുള്ളി നമ്മുടെ പൗലോസ്. ദൈവം പറഞ്ഞു ആസയിൽ വചനം പ്രസംഗിക്കരുത്. അവിടെ താത്തു വെച്ചു. സ്തോത്രം. ദൈവാത്മാവ് വിലക്കിയ വീടുകൾ, ദൈവാത്മാവ് വിലക്കിയ ഗ്രാമങ്ങൾ, ദൈവാത്മാവ് വിലക്കിയ വാഹനങ്ങൾ, ദൈവാത്മാവ് വിലക്കിയ ഭൗതിക സമ്പത്തുകൾ, ദൈവാത്മാവ് വിലക്കിയ ഭക്ഷണങ്ങളൊന്നും മേടിക്കാൻ പാടുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ പൗലോസ് ആസയിൽ പോകുന്നുണ്ട്. ചില രാജ്യത്ത് പോകാനുള്ള ആഗ്രഹം നിനക്കുണ്ട്, പക്ഷേ അത് തടസ്സമായിട്ട് മാറി. ഭാരപ്പെടേണ്ട. ആഗ്രഹിച്ച സ്ഥാനത്ത് നിന്റെ ശവോടക്കിന് മുമ്പ് നിന്നെ അവിടെ വിട്ട് സുവിശേഷം പറയിച്ച് ഒരു വിടുതലും നൽകി ദൈവം നിന്നെ തിരുവനന്തപുരത്ത് കൊണ്ടിറക്കത്തുള്ളൂ. ഇപ്പൊ സന്തോഷമായെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. മണ്ണിനാൽ രൂപം കൊണ്ടൊരും മാനവലോകം രക്ഷിപ്പാൻ, മണ്ണിനാൽ രൂപം കൊണ്ടൊരു മാനവലോകം രക്ഷിപ്പാൻ മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപ ബന്ധനം മാറ്റാൻ. മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപ ബന്ധനം മാറ്റാൻ. ദൈവം സ്നേഹമാകുന്നു, ദൈവം വചനമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം ആനന്ദമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. മോദമോടെ ആലപിക്കുകിൽ ഇന്നലെ വെടിഞ്ഞ ഗാനം, മോദമോടെ ആലപിക്കുകിൽ ഇന്നലെ വെടിഞ്ഞ ഗാനം. കാഴ്ചകളൊരുക്കി വേഗം കാഴ്ച കാണാൻ പാടിപ്പോകാം. കാഴ്ചകളൊരുക്കി വേഗം കാഴ്ച കാണാൻ പാടിപ്പോകാം. ദൈവം സ്നേഹമാകുന്നു, ദൈവം വചനമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം ആനന്ദമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. മാലാഖമാരന്നു പാടി ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖമാരന്നു പാടി ഹല്ലേലൂയ ഹല്ലേലൂയ. ഏഴകളം ഞങ്ങളിൽ മോദമോടേറ്റു പാടുന്നു. ഏഴകളം ഞങ്ങളിൽ മോദമോടേറ്റു പാടുന്നു. ദൈവം സ്നേഹമാകുന്നു, ദൈവം വചനമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം ആനന്ദമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. മണ്ണിനാൽ രൂപം കൊണ്ടൊരു മാനവലോകം രക്ഷിപ്പാൻ, മണ്ണിനാൽ രൂപം കൊണ്ടൊരു മാനവലോകം രക്ഷിപ്പാൻ മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപ ബന്ധനം മാറ്റാൻ. മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപ ബന്ധനം മാറ്റാൻ. ദൈവം
വചനമാകുന്നു, ദൈവം സത്യമാകുന്നു, ദൈവം അനന്തമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. പറഞ്ഞ വിഷയത്തിന്റെ ഒരു ഭാഗം കൂടെ 2 മിനിറ്റോട് പറഞ്ഞ ശേഷം അവസാനത്തെ ഭാഗം കൂടെ വിശദീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ എയർപോർട്ടുകളെല്ലാം അടച്ചു. ദുബായ് അടച്ചു, ഷാർജ അടച്ചു, റാസ് അൽ ഖൈമ അടച്ചു, അബുദാബി എല്ലാം അടച്ചു, ഫ്ലൈറ്റുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, തിങ്കളാഴ്ച ഞാൻ 19-ആം തീയതി പോകാൻ പറഞ്ഞു. എനിക്ക് വിസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 19-ആം തീയതി പറഞ്ഞു, 19-ആം തീയതി വന്നു. എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. പ്രൈസലോ. ഞാൻ മിസ്റ്റർ ബൈജുവിനെ വിളിച്ചു പറഞ്ഞു, ബൈജു ഞാൻ തിങ്കളാഴ്ച തിരിച്ചു പോകും. എങ്ങനെ പോകാനായിട്ടാ? തിങ്കളാഴ്ച ഞാൻ ഇവിടുന്ന് പോയിരിക്കും. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട വചനം വെറുതെ നിങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അയച്ച കാര്യം സാധിപ്പിക്കും. മെഡിറ്ററേനിയൻ കടലിന്റെ നടുക്കടലിൽ 2200 അടി താഴ്ച കടലിലെ കടലാനയുടെ വയറ്റിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട പാസ്റ്റർ യോന ഉണ്ടായിരുന്നു. 3 ദിവസത്തേന് ലൈറ്റില്ല, ടോയ്ലറ്റ് ഇല്ല, കരിങ്ങാലി വെള്ളമില്ല, കുടിക്കാനൊന്നുമില്ല, ബൈബിളില്ല, പ്രാർത്ഥനയില്ല. ആ ഉടുത്ത മുണ്ടൻ ഡ്രസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു അസുഖവും ഇല്ലായിരുന്നു. ഓക്സിജൻ കൊടുക്കേണ്ടി വന്നില്ല, പുഷ്പഗിരി കൊണ്ടുപോയില്ല, ഡോക്ടർ ഗൈനക്കോളജി നോക്കിയില്ല, യൂറോളജി പ്രശ്നമൊന്നുമില്ലായിരുന്നു. പ്രൈസ് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല 630-ാമത്തെ വയസ്സിൽ മിസ്റ്റർ യോനയ്ക്ക് ആ വീട്ടിലൊരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നു. 630 വയസ്സുള്ള യോനയ്ക്ക് കുച്ചുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ 40 കഴിയുമ്പം തന്നെ ശാരീരികമായിട്ടൊന്നും വലിയൊരു ഭയങ്കര ക്ഷീണമായി. ഈ ദിവസങ്ങളിൽ കൈയും കാലും ഒക്കെ പെരുപ്പും കിരുവൊക്കെ. പ്രൈസ് ദി ലോർഡ്. വല്ലതൊക്കെ വലിച്ചു വാരി തിന്നുമ്പോൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ആവശ്യമുള്ളതേ ശരീരത്തിന് കൊടുക്കാവൂ. അനാവശ്യമായ ഭക്ഷണം കൊടുക്കരുത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ബിരിയാണി ആണെങ്കിലും കൊള്ളാം, 2 മണിക്കൂർ ഒന്ന് അടിച്ചു കയറ്റിയതാണെങ്കിൽ വീണ്ടും അതിൻ്റെ പുറകെ നീ ഓട്ട് ചെയ്യരുത്. ചെയ്താൽ നിന്റെ ശരീരത്തിന് കേടാണ്, പിന്നത്തേതിൽ പാടാണ്, പിന്നെ അത് ഓർമ്മയായി നീ ഭിത്തിയെ തൂങ്ങിക്കിടക്കും. ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യൻ ദോഷം ചെയ്യും. അങ്ങനെ അന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഒരു ഫ്ലൈറ്റ്, എമിറേറ്റ്സിന്റെ ഒരു രാജകീയ ഫ്ലൈറ്റ്. അപ്പം 2,40,000 രൂപ ദുബായിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിനും കൊച്ചിയിൽ ഇറങ്ങുന്നതിനും ചാർട്ടർ ഫ്ലൈറ്റിന്റെ ചാർജ് 2,40,000 രൂപ ഇങ്ങോട്ട് മാത്രം. ഞെട്ടിപ്പോയി. എൻ്റെ പാസ്റ്റർ ഇതെങ്ങനെ? അപ്പം തിങ്കളാഴ്ച വൈകിട്ട് ഒരു നെറ്റ് നോക്കിക്കൊണ്ടൊരു ഫ്ലൈറ്റ് വന്നു. 17,500 രൂപയ്ക്ക് ഈ സാധനം എന്നെ കൊച്ചി കൊണ്ടുവിട്ടു. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം സാക്ഷി. 3:45 കണ്ടു തുടങ്ങിയപ്പോൾ കൊച്ചി പ്രൈസലോ പാസഞ്ചേഴ്സ് കൊച്ചിൻ എയർപോർട്ട് ലാൻഡിംഗ് എന്ന് പറഞ്ഞു. പ്രൈസലോ. സ്തോത്രം. ഇറങ്ങി ഒരു സ്ട്രോങ് കായം കുടിച്ച് വെട്ടിയെടുത്ത് ഞാൻ വണ്ടി കയറി വീട്ടിൽ പോകുന്നു. പ്രൈസലോ. എന്നെ കൊണ്ടുവന്ന സാധനം അവിടെ 3 ദിവസം കിടന്ന് തിരിച്ചു പോയില്ല. അതവിടെ തന്നെ കടന്നു. സ്തോത്രം. കാരണം നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. നിന്റെ ജോലി സ്ഥലത്തും നിന്റെ വാഹനത്തും നിന്റെ കുടുംബത്തിലും മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഉത്തരവാദിത്തപ്പെട്ട കരങ്ങളിൽ കൊടുക്കണം. ഒരു ജോലി പോയിട്ടുണ്ടായി ഇവിടെ നിന്ന് മോങ്ങുക. ഇത്രയും നാളും ചില ജോലികളുണ്ടായി ബാങ്കിൽ അടച്ച് കുഞ്ഞുങ്ങളെ കെട്ടിച്ചു, പെട്രോൾ ബാങ്കിനടുത്ത് പൈസ അടിച്ചു. എങ്ങനെ കർത്താവ് ഒരു ജോലി തരണം? കർത്താവ് ഈ ദിവസങ്ങൾ പുള്ളിക്ക് നല്ല കാഴ്ചപ്പാടേ ഇല്ല, കാണാനുള്ള കണ്ണില്ല, എല്ലാം മറഞ്ഞിരിക്കുക. ഓത്രം. നീ എഴുന്നേക്കുന്ന ജോലി കളയിച്ച എല്ലാം ദൈവം തമ്പുരാന്റെ പരിപാടിയാണ്. 40 വർഷക്കാലം കനാലിലെ നന്മ അനുഭവിച്ച നമ്മുടെ ഇസ്രായേൽ മക്കൾ സ്വത്രം ഒരു സുപ്രഭാതത്തിൽ കൊട്ടയം കൊണ്ട് പെറുക്കാൻ ചെന്നതാ. ലീലാമേ സാധനം കാണുന്നില്ലോടി. അച്ഛാ അവിടെ നോക്കാച്ചായ എടി ഒറ്റ ഒരെണ്ണം പോലും ഇടില്ലേ, മൊത്തം കിടക്കുന്നു. പ്രൈസലോ. അന്ന് മന്ന ഇല്ല. കനാനിലെ വിളവ് അനുഭവിച്ചവന്റെ പിറ്റേ ദിവസം മന്ന നിന്ന് പോയെന്ന്. പ്രൈസലോ. അപ്പൊ ഇവരുടെ ഉള്ളിൽ ധാരണയുണ്ടായിരുന്നു, രണ്ടും കൂടെ തൂത്തുവാരി എടുക്കാം. കനാനിലെ എടുക്കാം, ഇവിടുത്തെ എടുക്കാവുന്ന. അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പ്രൈസലോ. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി ദൈവം തുറന്നിരിക്കും. ആക്രാന്തം കാണിക്കരുത്. ആക്രാന്തം എല്ലാം കൂടെ ഒന്നിച്ചൊരു പിടി പിടിക്കണം. അതെവിടെങ്കിലും ഉള്ള ആശുപത്രിയിലും കൊണ്ട് കൊടുത്തോ, വല്ല ഇൻഷുറൻസുകാരൻ്റെ കൂടെ കൊടുത്തിട്ടോ, കയ്യോ കാലോ തൂങ്ങിയിട്ട് 6 മാസം കട്ടിലേ കിടക്കുമ്പോൾ പ്രൈസലോ നിനക്ക് ആശ്വാസമാകും. അന്നേരം അവിടെ കടന്ന് പറയും, ചില നോട്ടപ്പശകൾ പറ്റി, എൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാൽ അതിപ്പോൾ അങ്ങ് സംഭവിച്ചുകൂടെ? സ്തോത്രം. പ്രൈസ് ഗോഡ്. ഭർത്താവിനെ കണ്ട വലിയ മമ്മൂട്ടിയെ മോഹൻലാലിനെ പോലെ ഒന്നും അല്ലെങ്കിലും അവനെ ഫുട്ബോൾ അടിക്കുന്നവരോട്ട് അടിക്കരുത് കേട്ടോ. പ്രൈസലോ. നിന്നെ കണ്ട ഇച്ചിരി തൊലി വെളിച്ചതാണ്, ഇച്ചിരി സൗന്ദര്യമൊക്കെ ഉണ്ട്, ഒരുങ്ങി ഇറങ്ങിയാൽ പ്രൈസലോ ഒന്നുകൂടെ നോക്കുന്നൊക്കെ നീ പറയുന്നു. ഞങ്ങളാരും നോക്കാൻ വന്നിട്ടില്ല. പക്ഷെങ്കിൽ ആ ഭർത്താവിനോടും വിറ്റുമൊക്കെ നീ ചിലപ്പം പറയുന്ന വർത്താനം പ്രൈസലോ പറയും. നിങ്ങൾ കുറച്ച് ദിവസമായി കിടന്ന് വെക്കുന്ന പ്രൈസലോ. സ്വത്രം. ആ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് എടി ഞാൻ അങ്ങനല്ലേ പറഞ്ഞോളൂ. സ്തോത്രം. വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അല്ലേ എന്തെങ്കിലും സംഭവിച്ചേനെ. അവിടെ ഒരു ബഹുമാനം കൊടുത്തെങ്കിൽ അവിടെ നിനക്കൊരു നിന്റെ പക്ഷത്ത് കർത്താവ് നിനക്ക് നിൽക്കത്തുള്ളൂ. പോട്ടച്ചായ പ്രൈസല. എന്തെങ്കിലും ഒരു വിഷയം കയറി വന്ന ഫോണിലോണാണെങ്കിലും തെറിച്ച് അങ്ങോട്ട് സംസാരിക്കുക ആണുങ്ങളുടെ നേരെ. അതുപോലെ തന്നെ ആണുങ്ങൾ ചില ആൾക്കാർ തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ റോഡിൽ വെച്ച് ഞാൻ പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടതാ. ഒരു അച്ചായൻ ആലപ്പുഴ അവൻ്റെ ഭാര്യ, പുള്ളി അവിടെ നിന്ന് വർത്താനം പറയാം. പ്രൈസലോ. ലില്ലി
എടി അലമാരയുടെ മൂന്നാമത്തെ നില മൂന്നാമത്തെ 3 1 നോക്കിയേ 1 2 3 മൂന്നാമത്തെ വലത്ത് ഭാഗത്തിരിപ്പില്ലേ? പക്ഷേ ഞാൻ ഇവിടെ നോക്കി കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി സ്പീക്കർ ഫോണിൽ ഇട്ടിരിക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. പ്രൈസലോ മൂന്നാമത്തെ നില നോക്കാൻ പറഞ്ഞിട്ട് മൂന്നാമത് മനുഷ്യ തപ്പിയത്. പ്രൈസലോ സ്വോത്രം. നീ ഒന്നുകൂടെ തപ്പി നോക്കിയ ഞാൻ എവിടെ ഞാൻ തപ്പാനായിട്ടാ? പ്രൈസ് നിങ്ങൾ ഒന്നുകൂടെ കരണക്കൂച്ചു തീർത്ത ഒരെണ്ണം ഞാൻ വെച്ച് തരുമെന്നും. ഇമാം പുഷ്പഗിരി തിരുവല്ലായി നിൽക്കുന്നു, അവൾ ആലപ്പുഴ. കരണക്കുറ്റി നോക്കി ചില പുള്ളികളുടെ വർത്താനമൊക്കെ കേട്ടാ തോന്നുന്നു ഇപ്പം ഏതാണ്ടൊക്കെ സംഭവിക്കുകയെന്ന്. പ്രൈസലോ ഒന്നും വേണ്ട. ചില പുള്ളികൾ സത്യം ചെയ്യുമെന്ന്, കല്ല് വെച്ച് നുണ പിടിച്ചു നിർത്താൻ സത്യം ചെയ്യും. എൻ്റെ അമ്മച്ചിയാണ് സത്യം, ഈ ബൈബിളാണ് സത്യം, ഈ മുറ്റത്ത് കിടക്കുന്ന ടൈഗറാണ് സത്യം. ഇങ്ങനെയുള്ള സത്യങ്ങളെല്ലാം ദുഷ്ടൻ്റെ വായിന്ന് വരുന്ന സത്യങ്ങളാണ്. ഉവ്വായെന്നും ഇല്ല എന്നും ദൈവമക്കളെ മാത്രമായിരിക്കട്ടെ. അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവസാനത്തെ ഒരു ഭാഗം കൂടെ വിശ്വാസം സംബന്ധമായി പറഞ്ഞ് 9 മണിക്ക് ഫിനിഷ് നമ്മുടെ യോഗം തീർന്നിരിക്കും. അതുകൊണ്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. ഞാനും ആചാര്യ ഉപദേശിയെല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ സ്റ്റൈലും രീതി ഇങ്ങനൊന്നും അല്ലായിരുന്നു. അയാൾ എന്നെ പോലൊന്നും അല്ല, ഭയങ്കര ചൂടനാണ്. പുള്ളിക്കാരൻ വെച്ചടിച്ചുള്ള കാര്യങ്ങളെ തീർത്ത് പറയുമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാ കൺവെൻഷൻ യോഗങ്ങളിലെ 2 സംഖ്യ സ്നാനപ്പെടും. പ്രൈസ്. അവസാനമായി ഞങ്ങൾ നടത്തിയ ശുശ്രൂഷ മാവേലിക്കര ബിഷപ്പ് മെമ്മോറിയൽ കോളേജിൻ്റെ അവിടെ ഒരു കൺവെൻഷൻ നടത്തിയായിരുന്നു. ഈ ഏരിയയിൽ അവസാനമായിട്ട് മാവേലിക്കര 91 ആ യോഗം കഴിഞ്ഞ് 16 17 പേരെയാണ് അവിടെ സ്നാനപ്പെടുത്തിയത്. മാവേലിക്കര തിരുവല്ലയ്ക്ക് ഒരു 6 അവിടെ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ടൊരു സഹോദരി. പ്രൈസലോ അവരിത് കാണാനായിട്ട് ഇത് മാറി നിൽക്കുക, സ്നാനം കാണാനായിട്ട്. അവർ ഈ വെള്ളത്തിൽ മുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ മുക്കി പൊക്കുന്നതേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, മുക്കി പിടിച്ച് ഏറ്റുപറയിപ്പിച്ച് പാപങ്ങൾ ഏറ്റുപറയിപ്പിച്ചിരിക്കുന്ന വാഴ്ചയാണ് കണ്ടത്. സ്വത്രം. ഏതായാലും കൊള്ളാം. ഈ സഹോദരി കാണാൻ വന്നതാ. 14 സ്നാനപ്പെട്ടു, 15 സ്നാനപ്പെട്ടു. 15ാമത്തെ പുള്ളിയെ പ്രൈസലോ ആചാര്യ ഉപദേശിച്ച് സ്നാനപ്പെട്ട് കരയ്ക്കോട്ട് കയറ്റുകയും ഈ സഹോദരി ആരാണ്ട് ബോംബ് പറഞ്ഞ പോലെ എടുത്ത് വെള്ളത്തിലോട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. പ്രൈസലോ അവർ തലയെ കുത്തിയത് വെള്ളത്തിൽ. പ്രൈസലോ സ്വത്രം. അവർ വിറച്ചോണ്ട് പറഞ്ഞു എനിക്കും സ്നാനപ്പെടണം. പുള്ളിക്കാരൻ തന്നെ പേടിച്ചു പോയി. പ്രൈസലോ പുള്ളി പറഞ്ഞു നീ സ്നാനപ്പെടാം. പ്രൈസലോ നിങ്ങൾ എന്നെ സ്നാനപ്പെടുത്തണം. ഞാനിപ്പോഴും ഓർക്കുന്നു. പ്രൈസലോ അവിടെ പിടിച്ചു മുക്കി. പ്രൈസലോ സ്വത്രം. ഒരു സ്നാനം നടന്നു. ഇരുമ്പ് പാലത്തിന്റെ അവിടെ ഇടുക്കിയിൽ സ്നാനം നടക്കുക. ഉടനെ 3-4 കോമാളി പിള്ളേർ അവന്മാർ വട്ടേ കയറി എന്ന് കൊഞ്ഞനം കുത്തി കാണിച്ചു. കൊഞ്ഞനം കുത്തി കാണിച്ചു. അപ്പോൾ പുള്ളി അവിടെ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുക. ആ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഈ സ്നാനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ സ്നാനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിന്നെ ഇവിടെ മുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം മുക്കും എന്ന് പറഞ്ഞു. അവസാനത്തെ ആളെ മുക്കുകയും വട്ടയാടി തീർന്ന് ഇങ്ങോട്ട് പറഞ്ഞ് തോട്ടിലോട്ട് ഒന്ന് മറിഞ്ഞങ്ങ് വീഴുമായിരുന്നു. സ്വത്രം. ഇപ്പം നിന്റെയൊക്കെ സൂക്കേട് മാറിയില്ലെന്ന് ചോദിച്ചു. പ്രൈസലോ നാണം കെട്ട് തൊലി ഉരിഞ്ഞാൽ കയറിപ്പോയത്. പ്രൈസലോ യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകും. നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബൈബിളിനെയും ദൈവദാസന്മാരെയും സ്വോത്രം കേൾക്കുമ്പോഴത്തിന് കലി കേൾക്കുന്നവനാണ് ഞാൻ. ആയിരക്കണക്കിന് സ്വോത്രം പറഞ്ഞാൽ ഞാൻ ദൈവസനയിൽ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളും അങ്ങനെ നിങ്ങളെല്ലാം ആരോഗ്യപൂർണ്ണതയുള്ളവരായിരിക്കണം. ദൈവത്തിന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ വെച്ച് പിടിക്കുകയല്ല. 108 വിളിച്ചേട്ടി കുട്ടപ്പായുടെ ഓട്ടോ വിളിച്ചേട്ടി നമുക്ക് വേണ്ടേ അങ്ങോട്ട് ആശുപത്രിയിലേക്ക് അങ്ങനല്ല. പിന്നെ കർത്താവെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ എന്തിനാ ഇരിക്കുന്നത്? പുള്ളിക്കാരനോട് ചുമ്മാ ഒന്ന് ബന്ധപ്പെടുന്നേ. അതെ സ്വോത്രം. അടിയന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ രോഗസൗഖ്യത്തിന് മുമ്പായിട്ട് വ്യക്തികളോടോ ഏതെങ്കിലും വിഷയത്തിൽ കുറവുകൾ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ ശേഷം അങ്ങനെ സൗഖ്യമാക്കണമേ. തിരുമേശ എടുക്കുമ്പോഴേ കാര്യങ്ങളെല്ലാം ഓക്കെ ആകും. പ്രൈസലോ കാര്യങ്ങളൊന്നുമില്ല. അത് ചില വിഷയങ്ങൾ ചിലത് ഏറ്റുപറയാതെ അത് കർത്താവ് അറിയുമല്ലോ എന്നോർത്താ ദൈവമക്കളെ നിങ്ങൾ പറയാതിരിക്കുന്നത്. അതാ ഏറ്റവും വലിയ കുഴപ്പം. പ്രൈസലോ ഒന്നും മറച്ചു വെക്കരുത്. ഞാനൊരു ചെറിയ കാര്യമാണെങ്കിലും പറയും. പ്രൈസലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ആ വണ്ടി ഇങ്ങോട്ട് വന്നതായിരുന്നു. ദുബായ് തട്ടിയാണ് പോയത്. അത് ഇടിച്ചിരുത്തി എന്തായിരുന്നു? അത് കയറി ഇറങ്ങത്തില്ലായിരുന്നു. ഗോപിനാഥൻ 2 എന്നോട് കൂടെ ഇരുന്നുകൊണ്ടല്ലേ എന്നെ അത്ഭുതകരമായി വിടിയിച്ചത്. ഇന്ന് രാവിലെ ഞാൻ ഈ കസര ഇരുന്ന് ഈ വെളുപ്പിന് 4 മണിക്ക് അങ്ങേ തന്നെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അതെൻ്റെ മിടുക്കും കഴിവല്ലാണ്, ഒന്നുമല്ല. കർത്താവിൻ്റെ കൃപ. നാളെ ആ മനോരമയുടെ 4ാമത്തെ പേജിൽ വരേണ്ടത് ആളല്ലേ. പ്രൈസലോ അങ്ങ് കാത്തതുകൊണ്ടല്ലേ. അങ്ങനെ ഞാൻ പറയുന്നത്. പ്രൈസലോ അല്ലാതെ കർത്താവിനെ പേടിപ്പിക്കുകയല്ല. കർത്താവേ അത്ഭുതകരമായി സ്തോത്രം. കർത്താവ് പേടിച്ച് പറഞ്ഞിരിക്കുക അവൻ്റെ പ്രാർത്ഥന കേട്ട്. സ്തോത്രം. 2 പേർ പ്രാർത്ഥിക്കാനായിട്ട് ആലയത്തിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് പരീശൻ, ഒന്ന് ചുങ്കക്കാരൻ. പ്രൈസലോ ചുങ്കക്കാരൻ. പ്രൈസ് ദി ലോർഡ്. അവൻ ഇച്ചിരി നീതിമാനാ, അവനെല്ലാം തികഞ്ഞവനാ, അവനൊരു കുഴപ്പമില്ലെന്ന് ഒന്ന് പറയുക. വ്യഭിചാരികൾ, പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, ശേഷം മനുഷ്യരെ പോലെയും ഈ ചുങ്കക്കാരനെ പോലെ അല്ലാതെ ഈ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ആഴ്ചയിൽ 2 ദിവസം ഞാൻ റിയൽ ഫാസ്റ്റിംഗ് ഉണ്ട്, കിട്ടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു. സ്തോത്രം. അവനിട്ട് കൊടുക്കാവുന്ന മുഴുവൻ കൊടുത്തു. സ്തോത്രം.
ചുങ്കക്കാരനോ സ്വർഗത്തേക്ക് പോലും നോക്കാൻ മടിച്ചുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് പാപിയാ എന്നോട് കരുണ തോന്നണമേ. അരിമനാഥൻ പറഞ്ഞൊരു ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. അവനോ നീതീകരിക്കപ്പെട്ടവായി വീട്ടിലേക്ക് പോയി. തന്നെത്താൻ താഴ്ത്തുന്നവനല്ല ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തപ്പെടുന്നവരെല്ലാം താഴ്ത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്. മോശയോട് കൽപ്പിച്ച പ്രമാണമല്ലാതെ ഒരുപിടി പ്രമാണം ദൈവം വേറെ വെച്ചിട്ടുണ്ട് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ. അതാണ് രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ ഭവനത്തിൽ നൂന്റെ മകനായ യോശുവായും യെഫുന്നെയുടെ മകനായ കാലേബും അന്തി പാർത്തു. അവളുടെ ഭക്ഷണം കഴിച്ചു, അവിടെ പാർത്തു. നായയുടെ വിലയും വേശ്യയുടെ കൂലി എന്റെ ആലയത്തിൽ കൊണ്ടുവരരുത്. അവരുടെ വീട്ടുകാരൻ ഇവരെന്തിനു പോയി? പക്ഷേ അത് മുഖാന്തരം അവൾ അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, മോവാബ് സ്ത്രീയായ രൂത്ത് യേശുക്രിസ്തുവിന്റെ വല്യമ്മയായി മാറിയത് എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. അന്യജാതിക്കാരത്തെ വിവാഹം കഴിക്കാൻ പാടില്ല. എത്യോപ്യക്കാരിയായ ഒരു കറമ്പി പെണ്ണിനെ, കാപ്പിരി മുടിയുള്ളവളെ മോശ കല്യാണം കഴിച്ചു. മിരിയാൻ കയറി എതിർത്തു. 7 ദിവസം കുഷ്ഠരോഗിയായിട്ട് മാറി. പ്രമാണം അങ്ങനെ കിടക്കുന്നത് അന്യജാതിക്കാരെ വിവാഹം കഴിക്കരുത്. പക്ഷെ മോശ കല്യാണം കഴിച്ചു. ആ വിഷയത്തിന്മേൽ ദൈവം മോശയ്ക്ക് അനുകൂലമായിട്ട് നിന്നു. ഹോശേയോട് പറഞ്ഞു, പരസംഗത്തിൽ ജനിച്ച ഒരു ഭാര്യയെയും ഒരു മകളെയും പ്രവാചക നീ എടുക്കണം. അത് എവിടുത്തെ പ്രമാണമാണ്? കൊല ചെയ്യരുതെന്ന് പ്രമാണം കിടക്കുന്നു. ദാവീദ് എത്ര പേരെ കൊന്നു? ശലോമോൻ എത്ര പേരെ കൊന്നു? അവന്റെ പട്ടാളക്കാർ എത്ര പേരെ കൊന്നു? ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത പ്രമാണത്തപ്പുറത്തായിട്ടൊരു പ്രമാണം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അതെല്ലാവർക്കും വേണ്ടി കൊടുക്കത്തില്ല. അപൂർവമായി ചില രംഗങ്ങളിൽ ദൈവം ചിലർക്ക് വേണ്ടി മാത്രമേ അത് കൊടുക്കത്തുള്ളൂ. അത് വെച്ചോണ്ട് അവരെ വിധിക്കാൻ ചെന്നാലുണ്ടല്ലോ, ശരിക്കും മേടിച്ചു കൂട്ടത്തിലിടും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. അവസാനമായിട്ടൊരു വാക്യം കൂടെ വായിച്ച് പെട്ടെന്ന് ഈ 9 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ ശുശ്രൂഷ അവസാനിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് ഒരു മീൻപിടുത്തക്കാരൻ പ്രസംഗത്തിനായിട്ട് വരുന്നുണ്ട്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ആ നന്ന് നടന്ന യോഗം ക്രമീകരിച്ചത് കമ്മിറ്റിയല്ല, കൗൺസിലല്ല, സെക്രട്ടറി അല്ല, സഭക്കാരല്ല, സെൻട്രല്ല. പിന്നെ ആരായിരുന്നു അന്നത്തെ ഏകദിന പ്രാർത്ഥന ക്രമീകരിച്ചത്? അത് സ്വർഗം നേരിട്ട് നടത്തിയ ഒരു മീറ്റിംഗ് ആയിരുന്നു. ദൈവത്തിന്റെ ദൂതാണ് പ്രാസംഗികരെ തീരുമാനിച്ചത്. യോപ്പാത്തുരമൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിനെ പ്രാസംഗികനായിട്ട് ഡോക്ടറേറ്റ് ഇല്ല, BTH ഇല്ല, CTH ഇല്ല, റബറിന്റും പഞ്ഞപ്പുലിയും മൈദായും കുന്തം ഒന്നുമില്ലാത്ത വേറൊരു ഒരു മീൻപിടുത്തക്കാരനെ 1.5 കൊല്ലത്തിനകമായിട്ട് തന്നെ ഞെട്ടിപ്പിക്കുന്ന സന്ദേശവുമായിട്ട് അസാമാന്യ കഴിവും അമാനുഷികമായ ശക്തിയും വിദ്യാസമ്പന്നനല്ലാത്ത ആ മനുഷ്യനെ ആത്മീയമായി വിദ്യകൾ നൽകി ആ മനുഷ്യനെ ഈ പട്ടാള ഓഫീസറുടെ വീട്ടിലേക്ക് അയച്ചു. അയാൾ രക്ഷിക്കപ്പെട്ടവനല്ല, പക്ഷെ 4 ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭക്തനായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ധാരാളം ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. നീ ഇതെല്ലാം ചെയ്തു, പക്ഷേ മിസ്റ്റർ കൊർന്നല്യോസ്, ഇന്ന് നീ മരിച്ചാൽ നീ നരകത്തിൽ പോകും. അത് സ്വർഗം കണ്ടു. അതുകൊണ്ടാണ് ഈ അടുത്ത നാളിൽ ചൂടോടെ രക്ഷിക്കപ്പെട്ടു വന്ന മീൻപിടുത്തക്കാരനായ പത്രോസിനെ നിന്റെ വീട്ടിൽ പ്രസംഗത്തിനായിട്ട് അയച്ചത്. അവിടെ ചെന്നപ്പോൾ കടലാസ് കഷ്ണങ്ങളോ പേപ്പർ കഷ്ണങ്ങളോ ഒന്നും ചോദിച്ചില്ല. അവിടെ ചെന്നപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ പ്രസംഗിക്കാനുള്ള ദൂത് അങ്ങോട്ട് കൊടുക്കുകയല്ലായിരുന്നു. ഈ ദൂത് വേണം, ഇതിനെക്കുറിച്ച് വേണം പസ്റ്റോപ്പൽസോന്റെ ഇവിടെ പ്രസംഗിക്കാനെന്ന് പറഞ്ഞു കൊടുത്തില്ല. ഇന്ന് ചെല്ലുന്ന സ്ഥലങ്ങളിൽ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇന്ന് അങ്ങനല്ല, പാസ്റ്റർമാർ ചെല്ലുന്നിടത്ത് കമ്മിറ്റിക്കാരാ പ്രസംഗത്തിന്റെ റിസൾട്ട് കിട്ടുന്നത്. എന്തിനെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് നല്ല കമ്മിറ്റിക്കാർ. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. അതിൻ്റെ അകത്തൊരു സൂപ്പർ കള്ളനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാതെ തെരഞ്ഞെടുക്കുന്ന ജനറൽ ബോഡിക്കകത്തും കമ്മിറ്റിക്കകത്തും എത്ര കള്ളന്മാരുണ്ടോ നിങ്ങൾ ശരിയായിട്ട് തീരുമാനിച്ചോണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കൂടിവരവും എല്ലാ കൗൺസിലിന്റെ തീരുമാനവും ശരിയാകണമെന്നില്ല. ഹല്ലേലൂയ. സ്തെഫാനോസിനെയും അതുപോലെ തന്നെ ഫിലിപ്പോസിനെയും അടുക്കള പണിക്ക് വേണ്ടി കൗൺസിൽ വേർതിരിച്ചതാണ്. സ്വർഗം രണ്ടുപേരെയും ഉന്നതമായ തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റി. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് ഇതാ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് കൊർന്നല്യോസ് വീഴുന്നു. അദ്ദേഹം കൈപിടിച്ചിട്ട് പറയുന്നു, അതരുത്, ഞാനും നിന്നെ പോലൊരു മനുഷ്യനാണ്. പത്രോസ് എന്താണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിച്ചത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ് പ്രസംഗിച്ചത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിച്ചത്. പത്രോസ് പാസ്റ്ററെ, എങ്ങനെയാ താങ്കൾക്ക് ഈ മെസ്സേജ് കിട്ടിയത്? ഞാൻ രാവിലെ 9 മണിക്ക് ഗലീലക്കടപ്പുറത്ത് മത്സ്യമെല്ലാം പിടിച്ച് പോയിട്ട് നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ പടകിൻ്റെ അകത്തുനിന്ന് പ്രസംഗിച്ച് യേശുക്രിസ്തു പ്രസംഗിച്ചത് എൻ്റെ പാപത്തെക്കുറിച്ചായിരുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടാണ് ഞാനൊരു ദൈവമകനായിട്ട് മാറിയത്. അന്ന് ഞാൻ പടകും വലയും വിട്ടതാണ്. അല്ല ഉന്തി വീഴ്ത്തുന്നതും ഊതി വീഴ്ത്തുന്നതും ശാപം മുറിക്കുന്നതും വിശുദ്ധ കൊരയും ഗുണപ്പെടാത്ത ബാംഗ്ലൂരുകാരൻ പറയുന്നതും അഞ്ചലുകാരൻ പറയുന്നവനും ഇവന്മാർ പറഞ്ഞൊന്നും കേട്ടല്ല. ഇത് കേട്ട് പോരുന്ന പുള്ളികളൊക്കെ ഉണ്ട്. വളരെ സൂക്ഷിച്ചോണം. വിനാശകാലെ വിപരീത ബുദ്ധി. നീ അളക്കുന്ന അളവിനാൽ നിനക്ക് വളർന്നു കിട്ടും. ദൈവവചനത്തിൽ കൂട്ടുചേർക്കരുത്, ഉപായം പ്രയോഗിക്കരുത്. കള്ളന്മാരുടെ കൂട്ടാണ് അത്. സത്യവചനത്തിന്മേൽ നിന്നോണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി മാറി. പ്രൈസ് ദി ലോർഡ്.
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അദ്ദേഹം കൊണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം അവിടെ കേട്ടു. വചനം കേട്ടവരുടെ മേൽ, ആ വാക്യം കൂടെ ഒന്ന് വായിച്ച് നിർത്തിയേക്കാം, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്ന് എടുത്താട്ടെ മക്കളെ, ആരെങ്കിലും ഒന്ന് എടുത്താട്ടെ. അപ്പോസ്തലപ്രവൃത്തി അതിന്റെ 10-ാം അധ്യായം 44-ാമത്തെ വാക്യം. പത്രോസ് ആ വീട്ടിൽ ചെന്ന് എന്നാ പരിപാടിയാ കാണിച്ചെന്ന് അവിടെ എഴുതിക്കുന്നു. നോക്കിയേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന ഭക്തന്മാരെ, നിങ്ങൾ എവിടെയും ചെന്നാൽ ഹല്ലേലൂയ, പോക്കറ്റിലോട്ടോ വരവ് കുറഞ്ഞേക്കാം, പബ്ലിസിറ്റി കുറഞ്ഞേക്കാം, സ്വർഗം കൈയടിച്ച് നിന്നെ മാനിക്കണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നിനക്ക് തന്ന ദൂത് അവിടെ വ്യക്തമായി നീ സംസാരിക്കണം. വായിച്ചാട്ടെ മക്കളെ, 10-ാം അധ്യായം 44-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എന്തുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നില്ല? വേറെ ചിലതൊക്കെ കോക്കാൻ പിച്ചിപ്പണി കാണിച്ചേച്ചാ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത്. അത് ആദ്യം നിർത്ത്, എന്നിട്ട് ഇത് കേക്ക്. അപ്പോൾ ആത്മാവ് നിന്റെ മേൽ വരും. അന്യഭാഷയിൽ നീ മണിക്കൂറുകൾ ആരായിച്ചാൽ നിനക്ക് ശ്വാസം മുട്ടലുണ്ടാകത്തില്ല. സ്തോത്രം. പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവശക്തിയാൽ നിറയും. ഒരു ഭൂതപ്രേത പിശാചുക്കളെ നീ ഭയപ്പെടത്തില്ല. ഒരു തീരാവ്യാധിയെയും മാരക രോഗത്തെ നീ കണ്ട് ഭയപ്പെടുന്നില്ല. ആ സമയത്തൊക്കെ കാൽവറിയിലേക്ക് നിന്റെ ഹൃദയവും മനസ്സും ഓടിച്ചെല്ലും. നിന്നെ സൗഖ്യമാക്കുന്ന, ചൂടോടെ നിന്നെ വിടുവിക്കുന്ന, ചുടിചോര നൽകി വീണ്ടെടുത്തവന്റെ കരം നിന്നെ തൊഴും. ഒറ്റ രാത്രി, ഒറ്റ വയർപ്പ്, ഒറ്റ വിടുതല്. പിറ്റേ പ്രഭാതത്തിൽ നീ ഐശ്വര്യത്തോടെ പറയും, നാഥൻ എന്നെ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. സ്വത്രം. ആ വാക്കുകളെയാണ് പ്രസ്താവിച്ചത്. ഏതെല്ലാം വാക്കുകളെയാണ് പ്രസ്താവിച്ചത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പ്രസ്താവിച്ചു. പാപത്തെക്കുറിച്ച് 43-ാം വാക്യത്തിൽ, നീതിയെക്കുറിച്ച് 35-ാം വാക്യത്തിൽ, ന്യായവിധിയെക്കുറിച്ച് 42-ാം വാക്യത്തിൽ. അല്ലാതെ ഒരു ദുരുപദേശങ്ങളും കൃത്രിമ പണികളും ഒന്നും അവിടെ അപ്പോസ്തലൻ നടത്തിയില്ല. അതുകൊണ്ടാണ് ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, പുരോഹിതന്മാരിൽ പലരും ലോഹയൂരി അവരും കർത്താവിന് സ്നാനം സ്വീകരിച്ചാൽ എഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അതിലേക്ക് നമ്മുടെ മനസ്സിരിയട്ടെ. 1-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസിന്റെ അനുഭവത്തിലേക്ക്. വാളകം കൊച്ചുകുറുവും വർക്കിയാശാനും തുമ്പി ഉപദേശിയും നാഗൽ സാഹിബും കെ വി സൈമൻ സാർ, മേട്ടമല പീലിപ്പോസ് ഉപദേശിയും മുട്ടങ്കി വർഗീച്ചായനും പത്തിച്ചിറ ജോനാച്ചനും കാരംവേലി മത്തായും അട്ടമുടി ഉമ്മച്ചനും കുഴക്കരി കൊച്ചുപാപ്പിയും പന്തളം ശീമോനും അന്നമ്മ മാമനും പെണ്ണമ്മ സന്യാസിയും മുണ്ടിയപ്പള്ളി ചാക്കോയും പൂച്ചടി മാമച്ചനും വാര്യാപുരം ജോനാച്ചനും ഇവരൊക്കെ തുടങ്ങി വെച്ചതായി ഒരു നല്ല ആത്മീയ അനുഭവമുണ്ട്, ഒരു പാതയുണ്ട്, ഒരു വചനമുണ്ട്, ഒരു വിശുദ്ധിയുടെ ഉപദേശമുണ്ട്, ഒരു വേർപാടുണ്ട്, സത്യസുവിശേഷമുണ്ട്. അതിലേക്ക് ഇന്ന് രാത്രികാലം നിങ്ങളെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.